ഓക്കെ. ഓക്കെ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചർച്ച എന്താ പറയാ അഡ്വാൻസ്ഡ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോ ഈ അടുത്ത്, അതായത് ഒരു മോഡേൺ ജാവ അല്ലെങ്കിൽ എവർ സിൻസ് 2015 പ്രോഗ്രാമിംഗ് ഓർ അറ്റ്ലീസ്റ്റ് 2014 ഇപ്പൊ ജാവയിൽ ലാംഡ ആഡ് ചെയ്തതിന് ശേഷം മറ്റേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈ അഡ്വാൻസ് ടൈപ്പ് സിസ്റ്റം വെച്ചിട്ട് സേഫ്റ്റിയും റീഡബിലിറ്റിയും എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനുള്ള മെക്കാനിസംസ് ലാംഗ്വേജിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ടൈപ്പ് സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ബേസിക് ഒരു ന്യൂസൻസ് തന്നെയാണ് പലപ്പോഴും. കാരണം നമുക്ക് പ്രോട്ടോടൈപ്പ് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇതുണ്ട്, പക്ഷെ എങ്കിലും സ്റ്റിൽ ലാംഗ്വേജിന്റെ സ്ട്രിക്റ്റ് ടൈപ്പ് സിസ്റ്റത്തിനനുസരിച്ച് നീങ്ങേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ C++ ഒരു ചെറിയൊരു കാര്യം ചെയ്തു. ഒരു സ്ട്രോങ്ലി ടൈപ്ഡ് സിസ്റ്റം ആണെങ്കിൽ അത് വീക്ക്ലി എൻഫോഴ്സ്ഡ് ആയിരുന്നു. പക്ഷെ മറ്റു ലാംഗ്വേജസ് സ്ട്രോങ്ലി ടൈപ്ഡ് ആണെങ്കിൽ അത് സ്ട്രോങ്ലി എൻഫോഴ്സ്ഡ് ആണ്. അപ്പൊ ടൈപ്പ് സിസ്റ്റം ഒരു സ്റ്റാറ്റിക് ടൈപ്പ് സിസ്റ്റം ഒരു വിനയായപ്പോഴാണ് ഡൈനാമിക് ടൈപ്പിങ്ങിലോട്ട് ലാംഗ്വേജസ് ഒക്കെ നീങ്ങിയ. പക്ഷെ അവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രോൺ ടു എറർ. അപ്പോൾ ഈ ഇന്നത്തെ വേൾഡിൽ സ്റ്റിൽ static languages dominate, and it is going to continue as new findings in type theory comes. It is getting incorporated into programming language. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ടൈപ്പ് സിസ്റ്റം ഇതേക്കുറിച്ചൊരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ വന്നൊരു കൺസെൻസ്. ഇത് ആദ്യം തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ജനറിക് പ്രോഗ്രാമിംഗ് ഓർ പ്രോഗ്രാമിംഗ് വിത്ത് ടെംപ്ലേറ്റ്സ് ഓർ പ്രോഗ്രാമിംഗ് വിത്ത് ജനറിക്സ്, അത് ഒരു ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമിംഗ് മോഡലായിട്ട് പൊതുവേ കാണപ്പെട്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറിക് പ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും വലിയ യൂസ് ടൈപ്പ് സേഫ് കളക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ ഈ ജനറിക് പ്രോഗ്രാമിംഗ് യു ക്യാൻ ആക്ച്വലി റൈറ്റ് ലോട്ട് ഓഫ് റോബസ്റ്റ് കോഡ് വേർ എന്താ പറയാ കമ്പൈലർ വിൽ ഡു മെനി എ ടാസ്ക് ഫോർ യു വിച്ച് യു ഹാവ് ടു ഡു യുവർ സെൽഫ്. അപ്പൊ ഒരു ടൈപ്പ് അഗ്നോസ്റ്റിക് കണ്ടെയ്നറോ, ഈ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ കളക്ഷൻ തന്നെ വേണമെന്നില്ല. ഒരു ചിലപ്പോൾ നമുക്ക് ഹോൾഡർ എന്നുള്ളൊരു ജനറിക് ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിൽ പാസ് ബൈ റെഫറൻസ് ഇല്ലാത്ത ലാംഗ്വേജസിൽ നമ്മൾ എന്താ പറയുക, ഈ റെഫറൻസ് മ്യൂട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോൾഡർ ടി അങ്ങനെ ഒരു ഒബ്ജക്റ്റിലോട്ട് നമ്മൾ വിടുന്നു. അവിടെ കളക്ഷൻ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ 2-3 പാരാമീറ്റേഴ്സോ ഒരു പാസ് ബൈ റെഫറൻസ് ബാക്ക് ഡോറിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ജനറിക് പ്രോഗ്രാമിങ്. പിന്നെ എന്താ പറയാ, റൈറ്റിംഗ് ലിസ്റ്റ് അറേ അങ്ങനത്തെ കളക്ഷൻ ക്ലാസ്സസ് ഒക്കെ ഒരു ജനറിക് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ജനറിക് പ്രോഗ്രാമിംഗ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ബട്ട് അതൊരു ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമിംഗ് മോഡലാണെന്നോ ഇനിയിപ്പോൾ അതിൽ പാരലലിസത്തിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ ടൈപ്പ് ക്യാൻ യു ഇൻസ്റ്റാൻഷിയേറ്റ് എ ജനറിക് ടൈപ്പ് വിത്ത് ആർബിട്രറി ടൈപ്പ്? അപ്പൊ C++ ലാംഗ്വേജിൽ ഒരു ടി അല്ലെങ്കിൽ ഇപ്പോൾ ടൈപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് ടി എന്ന് ചില ലാംഗ്വേജിൽ, മറ്റേ ആംഗിൾ ബ്രാക്കറ്റ് ടി എന്ന് പറഞ്ഞ മിക്ക ലാംഗ്വേജസിലും ഒരു ടൈപ്പ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല ആ ടൈപ്പ് വിൽ ആക്ച്വലി റൈഫൈ, അതായത് ആ ജനറിക് ഒബ്ജക്റ്റ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് റൈഫൈ ആണ്, റൈഫിക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ഇപ്പൊ ലേറ്റർ ലാംഗ്വേജസിൽ, അതായത് ഇപ്പൊ C# 2005 മുതലും ജാവയും അതിൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. അപ്പൊ ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എഗെയിൻസ്റ്റ് എ ജനറിക് ടൈപ്പ്, അതും കൂടി നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. C++ 20 കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നതിനേക്കാളും കൺസെപ്റ്റ്സ് എന്നാണ്. അപ്പൊ എന്തൊക്കെ കൺസെപ്റ്റ് ആണ് ഒരു ടൈപ്പ് ഇംപ്ലിമെന്റ് ചെയ്യണേ എന്നുള്ളത് ഇപ്പോ വന്നിട്ടുണ്ട്. അപ്പോൾ ജനറിക് പ്രോഗ്രാമിംഗ് ആർബിട്രറി ടൈപ്പ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി കൺസെപ്റ്റ്സ് എന്നാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ജനറിക് പ്രോഗ്രാമിങ്ങും കൺസെപ്റ്റ്സും നന്നായി അറിഞ്ഞാലേ മോഡേൺ ജനറിക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ റൈറ്റിംഗ് എ ലൈബ്രറി.
അപ്പോൾ നെക്സ്റ്റ് ടൈപ്പിങ്ങിന്റെ ഒരു നീഡ് വരുന്നത് വെച്ചാൽ അഡ്വാൻസ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സിസ്റ്റമായിട്ട് നല്ല എന്താ പറയുക വഴക്കം വേണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ C# ജാവയിലൊക്കെ ഇപ്പോൾ Java 9 C# വേർഷൻ 3 മുതൽ ടൈപ്പ് ഇൻഫറൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ട്സിനെ ലാംഡ അബ്സ്ട്രാക്ഷൻസിലോട്ട് ലോവർ ചെയ്തിട്ട് അവിടെയാണ് ഈ ടൈപ്പ് ഇൻഫറൻസ് നടക്കുന്നത്. അപ്പോൾ C# ആണ് അത് ആദ്യം സപ്പോർട്ട് ചെയ്തത് സ്റ്റാറ്റിക്കലി ടൈപ്പ് ലാംഗ്വേജിൽ. പിന്നെ Java 9 2000 അപ്പോൾ C++11 അതിന് മുമ്പ് സപ്പോർട്ട് ചെയ്തു. Java 9 ജാവയും ടൈപ്പ് ഇൻഫറൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് ഇൻഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് അല്ല ഒരു അഡ്വാൻസ് ടൈപ്പ് സിസ്റ്റത്തിന്റെ നോളജ് വേണം. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്ത് കേട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ജാവ കോഡ് എഴുതുമ്പോൾ വാർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ബഹളം നടക്കുന്നത് ആയിട്ട് കേട്ടു. അപ്പോൾ എന്തിനാണ് ഈ വാർ? ഇപ്പോൾ ടൈപ്പ് ഇൻഫറൻസ് എന്തിനാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ടൈപ്പ് സിസ്റ്റത്തെ കുറിച്ച് അറിയണം. കാരണം പണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറിങ് മെക്കാനിസം ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് ലാംഡ ആ ടൈപ്സും ഉണ്ട്, ഫങ്ഷൻ ടൈപ്സും ഉണ്ട് ഇൻ വൺ വേ ഓർ ദി അതർ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ലിങ്ക് ക്വയറിയിലാണെങ്കിലും ജാവ സ്ട്രീംസിലാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻസ് കമ്പോസ് ചെയ്യുമ്പോഴോ ഒക്കെ ടൈപ്പ് ഡെഡ്യൂസ് ചെയ്യാൻ ഒരു പ്രോഗ്രാമർക്ക് കഴിഞ്ഞോളണമെന്നില്ല. ബട്ട് എ കമ്പൈലർ വിൽ ബി ഏബിൾ ടു ഫ്ലാഗ് ഇറ്റ്. അപ്പോൾ ടൈപ്പ് സിസ്റ്റത്തെ കുറിച്ചൊരു നല്ല നോളജ് അവിടെ ആവശ്യമുണ്ട്. പിന്നെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാറ്റേൺസ് ഞാൻ പൊതുവെ 5 എണ്ണമാണ് പറയുന്നത്. മൊണോയിഡ്, ഫങ്ക്ടർ, അപ്ലിക്കേറ്റീവ്സ്, മൊണാഡ്, എഫക്സ്. ഈ 5 ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാറ്റേൺസ് നിങ്ങൾ മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഈ ഹയർ കൈൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം വേണം. അതിനെക്കുറിച്ചും നമ്മളിങ്ങനെ എന്താ പറയുക പ്രതിപാദിക്കുന്നതായിരിക്കും. അപ്പോൾ ഹയർ കൈൻഡ് ടൈപ്സ് സ്കാലയിലും മറ്റേ എന്താ പറയുക ഹാസ്കലിലാണ് ഉള്ളൂ. C# F# നമുക്ക് എമുലേറ്റ് ചെയ്യാം. ബട്ട് ഇഫ് യു ഡു സം കൈൻഡ് ഓഫ് എ ജിംനാസ്റ്റിക്സ് അതിന്റെ എഫക്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ടൈപ്പ് സിസ്റ്റം ഇപ്പോൾ മോഡേൺ പ്രോഗ്രാമിംഗ്, അതായത് ജനറിക് പ്രോഗ്രാമിംഗ് ആയാലും ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ആണെങ്കിലും ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാറ്റേൺസ് ഉപയോഗിക്കുമ്പോഴും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാന്ന് നോക്കാം. ഹിൻലെ മില്ലർ ടൈപ്പ് സിസ്റ്റം ആൻഡ് ഡമാസ് മില്ലർ അൽഗോരിതം. അപ്പോൾ ഈ അലോൺസോ ചർച്ച് ലാംഡ കാൽക്കുലസ് 1936 ഇൻവെന്റ് ചെയ്യുമ്പോൾ അതിൽ ആകെ 4 കൺസ്ട്രക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. കോൺസ്റ്റന്റ്, വേരിയബിൾ, പിന്നെ എന്താ പറയുക ഫങ്ഷൻ അബ്സ്ട്രാക്ഷൻ, ഫങ്ഷൻ ഇൻവൊക്കേഷൻ ഓർ ഫങ്ഷൻ അപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒരു അൺടൈപ്ഡ് ലാംഡ കാൽക്കുലസ് സെറ്റിംഗിലാണ്. അലോൺസോ ചർച്ച് തന്നെ അത് എന്താ പറയുക ഈ ടൈപ്പ് സിസ്റ്റത്തിന്റെ ഈ റിസർച്ച് ഈ എന്താ പറയുക ഈ അലോൺസോ ചർച്ച് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഡ കാൽക്കുലസ് ഉണ്ടാക്കുമ്പോൾ ഈ ബർട്ടൺ റസലും ആൽഫ്രഡ് നോർത്ത് വൈറ്റഡും ടൈപ്പ് ക്ലാസസ് അതിനെക്കുറിച്ചൊക്കെ ഒരു റിസർച്ച് ഫ്രം എ ലൊജീഷ്യൻസ് പോയിന്റ് ഓഫ് വ്യൂ നടത്തുന്നുണ്ടായിരുന്നു. സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഡ കാൽക്കുലസ് ആണ് ബിക്കെയിം ദ ബെഡ് റോക്ക് ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എവല്യൂഷൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ജനറിക്സ് ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പോളിമോർഫിക് ലാംഡ കാൽക്കുലസ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സിസ്റ്റം F എന്നാണ് അതിനെ വിളിക്കുന്നത് എന്ന് തോന്നുന്നു. അത് ഇന്ന് മിക്ക ലാംഗ്വേജസിലും ഒരു സിസ്റ്റം F ഇന്റർപ്രറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ടൈപ്പ് ഇൻഫറൻസ് ഒക്കെ നടത്താൻ സാധിക്കുന്നത്. പക്ഷേ ഈ എന്താ പറയുക ഇപ്പോൾ ഈ ഇടയ്ക്ക് സ്കാല സിസ്റ്റം Fൽ നിന്ന് അടുത്ത ലെവലിലോട്ട് ഡോട്ടിയോ അങ്ങനെ ഒരു ഫോർമാലിസത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഒരു ഫങ്ഷണൽ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക്കലി ടൈപ്പ് ലാംഡ കാൽക്കുലസ് എന്താണെന്ന് എന്തായാലും അറിയണം. സ്റ്റാറ്റിക്കലി ടൈപ്പ് ലാംഡ കാൽക്കുലസും പോളിമോർഫിക് ലാംഡ കാൽക്കുലസിനെ കുറിച്ചും അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ML ലാംഗ്വേജ്, ML എന്ന് പറയുന്ന മെറ്റാ ലാംഗ്വേജ് എന്നാണ്. ഈ ML ലാംഗ്വേജിലാണ് ടൈപ്പ് ഇൻഫറൻസ് പയനിയർ ചെയ്യപ്പെട്ടത്. ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ട്സിനെ ലാംഡ ഈ അബ്സ്ട്രാക്ഷൻസ് ആയിട്ട് ലോവർ ചെയ്തിട്ട് അവിടെയാണ് യൂണിഫിക്കേഷൻ എന്നുള്ള ഒരു അൽഗോരിതം വെച്ചിട്ട് ടൈപ്പ് ഇൻഫറൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിങ്ങിനെ കുറിച്ച് റീസൺ ചെയ്യണമെങ്കിൽ ഒരു വൊക്കാബുലറി ആവശ്യമുണ്ട്.
അപ്പോൾ വാല്യൂ ടൈപ്പ്, റെഫറൻസ് ടൈപ്സ്, വാല്യൂ സെമാൻറ്റിക്സ്. ഈ വാല്യൂ ടൈപ്സ് എന്ന് ഉള്ള ഒരു വാല്യൂ ടൈപ്പ് വേഴ്സസ് റെഫറൻസ് ടൈപ്സ് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിന്റെ വേർഷൻ 1 മുതൽ തന്നെ അവരുടെ വെർച്വൽ മെഷീനിൽ ഒരു വാല്യൂ ടൈപ്പ് എന്നുള്ള ഒരു ടൈപ്പ് ക്ലാസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വാല്യൂ ടൈപ്പിന്റെ ഒരു ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു ലോക്കൽ വേരിയബിൾ വാല്യൂ ടൈപ്പ് ആയിട്ട് കൊടുത്താൽ അത് സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യുന്നു. അത് ഹീപ്പിലാണ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു അറേ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 1 സ്റ്റെപ്പ് അലോക്കേഷൻ മതി. അതായത് കണ്ടിന്യൂസ് ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഡാറ്റ കിട്ടും. ഡാറ്റ കൊഹറൻസ് ഉറപ്പുവരുത്തുന്നത് കൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വിൻഡോസ് API വിളിക്കാനാണെങ്കിലും നിങ്ങൾക്ക് കൊഹറൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും വാല്യൂ ടൈപ്പ് ഒരു നല്ല മെക്കാനിസമാണ്. ജാവയിൽ അത് പ്രൊജക്ട് വലാല അത് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ബ്രയൻ ഗെറ്റ്സ് പറയുന്നത് 6ഓളം PhD thesis എഴുതേണ്ടി വന്നു. അല്ല, അതിന്റെ ഫലമായിട്ടാണ് ഈ വാല്യൂ ടൈപ്പ് സിസ്റ്റം ഒരു എക്സിസ്റ്റിംഗ് റെഫറൻസ് ടൈപ്പ് ഓറിയന്റഡ് ലാംഗ്വേജ് ആയ ജാവയിൽ ഫിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. അപ്പൊ ഈ വാല്യൂ ടൈപ്പ് ജാവയിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ജനറിക്സ് നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോക്സ്ഡ് ക്ലാസ്സസ് ഒക്കെ ഉപയോഗിക്കേണ്ട ആയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ ജാവയുടെ ജനറിക്സ് ഒരു ടൈപ്പ് ഇറേഷ്യർ എന്നുള്ള ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അൺലൈക്ക് C++, which uses code generation strategy. അപ്പോൾ റെഫറൻസ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അറേ ഉണ്ടാക്കുമ്പോൾ ഒരു 2-step കൺസ്ട്രക്ഷൻ പ്രോസസ്സാണ്. ഫസ്റ്റ് യു ഹാവ് ടു ക്രിയേറ്റ് എ റെഫറൻസ് അറേ, ആൻഡ് ഫോർ ഈച്ച് റെഫറൻസ് യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. വാല്യൂ സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി യൂസ്ഡ് റെഫറൻസ് ടൈപ്സിന് വാല്യൂ ടൈപ്സിന്റെ ബിഹേവിയർ വേണം. അതായത് വാല്യൂ ടൈപ്സിന്റെ കേസിലാണെങ്കിൽ, ഇഫ് യു മ്യൂട്ടേറ്റ് എ വാല്യൂ ടൈപ്പ്, ഒറിജിനൽ ടൈപ്പ് ആ ഡാറ്റ പോകുന്നില്ല. യു ഓൾവേസ് ഗെറ്റ് എ ന്യൂ ക്ലോൺ. ഓക്കെ, അപ്പോൾ വാല്യൂ സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഇറ്റ് ഇസ് എ റെഫറൻസ് ഒബ്ജക്റ്റ്, ഇപ്പൊ സ്ട്രിങ് ഇൻ ജാവ ആൻഡ് C# is a reference type, but it actually behaves like a value. അപ്പൊ അവര് ചില ലാംഗ്വേജസ് സ്ട്രിങ്ങിൽ നിന്ന് ഹെർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ജാവയിൽ ഫൈനലും മറ്റേ ഈ C# സീൽഡ് ആണ്. പക്ഷെ ജാവയിൽ സീൽഡ് എന്ന് പറഞ്ഞാൽ അതിന് സം ടൈപ്പ് ആയിട്ട് വന്നതുകൊണ്ട് അത് വേറൊരു കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടൈപ്സ്, പ്രൊഡക്റ്റ് ടൈപ്സ്, എക്സ്പൊണൻഷ്യൽ ടൈപ്സ് എന്താണെന്നാണ്. അതായത് ഈ ഡാറ്റ ടൈപ്പുകൾ ഒരു പ്രൊപ്പോസിഷൻ ആൻഡ് പ്രെഡിക്കേറ്റ് ലോജിക് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം ബേസ്ഡ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, പിന്നെ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം ബേസ്ഡ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ കൺജങ്ഷൻ ആൻഡ് പിന്നെ ഈ ഡിസ്ജങ്ഷൻ ഓർ, ഇത് രണ്ടുമാണ് മേജർ ബൈനറി ഓപ്പറേറ്റേഴ്സ്. പിന്നെ യൂണറി ഓപ്പറേറ്റർ നോട്ടാണ്, ആൻഡ് ഓർ നോട്ടാണ് നമ്മൾ ലോജിക് പറയുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ ഈ ആൻഡ് അപ്പോൾ നിങ്ങളൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒരു സീരീസ് ഓഫ് ആൻഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്നും, ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ ഓർ ആയിട്ട് എഴുതുകയാണെങ്കിൽ അത് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്നും പറയുന്നു. അപ്പോൾ ഈ ലോജിക്കോ പ്രൊപ്പോസിഷൻ ലോജിക്കിന്റെ പ്രെഡിക്കേറ്റ് ലോജിക്കിന്റെയോ കോഴ്സ് എടുക്കുമ്പോൾ അത് വരാറുണ്ട്. അപ്പോൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെക്കോർഡ് ടൈപ്പ് എന്നാണ്, പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറയും, റെക്കോർഡ് ടൈപ്പ് എന്നാണ് ഇപ്പോൾ C# ജാവയും വിളിക്കുന്നത്. ഈ സം ടൈപ്പിനെ ഇപ്പൊ യൂണിയൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റേ C# ഇപ്പോഴും ഇത് ചെയ്തിട്ടുള്ള വൺ ഓഫ് എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സം ടൈപ്പ് സിമുലേറ്റ് ചെയ്യാം. പക്ഷെ ജാവയിൽ സീൽഡ് ഇന്റർഫേസസ് ആൻഡ് ക്ലാസ്സസ് ആണ് സം ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രൊഡക്റ്റിന് വേണ്ടി അവർ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പൊണൻഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ലാംഡ കറിയിങ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഫംഗ്ഷൻ അപ്ലിക്കേഷനെ എന്താ പറയുക ഡെപിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് സിഗ്നിഫൈസ് ലാംഡ. അപ്പോൾ രണ്ട് തരം ഡാറ്റ ടൈപ്സ് ഒരു ലാംഡ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ നടക്കും എന്നുള്ളതാണ് അത് പറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ലാംഗ്വേജസും C++, C# ഒക്കെ സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആണ്. പക്ഷേ C# 2010 മുതൽ 4 മുതൽ ഡൈനാമിക് ടൈപ്പിംഗ് ഉണ്ട്. പിന്നെ ഉള്ളത് ടൈപ്പ് ഹിന്റ് ആണ്. ഇപ്പൊ പൈത്തൺ മാതിരിയുള്ള ഒരു ലാംഗ്വേജ് ശരിക്കും ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിന് ഹിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ബെറ്റർ കോഡ്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം
ഈ നോമിനൽ ടൈപ്പിങ്ങും സ്ട്രക്ചറൽ ടൈപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് ഈ ഇഫ് യു ഇപ്പൊ ടൈപ്പ് ഈക്വലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നെയിം ഈക്വൽ ആയാലേ കണ്ടന്റ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ടൈപ്പ് ലാംഗ്വേജസിനാണ് നോമിനൽ ടൈപ്പിംഗ് അഥവാ നെയിം ബേസ്ഡ് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് ഡാറ്റയുടെ എല്ലാ ഫീൽഡും ഇതിന്റെ ടൈപ്പ് ഈ റിഗാർഡ്ലെസ് ഓഫ് ദി നെയിം അതിന്റെ ടൈപ്പ് അതേ ഓർഡറിൽ വന്നാൽ അത് ഈക്വൽ ആണെന്ന് ട്രീറ്റ് ചെയ്യുന്നതിനാണ് സ്ട്രക്ചറൽ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ടൈപ്പിംഗ് സപ്പോർട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് ഉണ്ട്. ബാക്കിയുള്ള മിക്ക ലാംഗ്വേജസ് നോമിനൽ ടൈപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വി ഹാവ് സീൻ ക്ലാസ്സസ്. അപ്പോൾ ചില ആൾക്കാർ ക്ലാസ്സസിനെയും ടൈപ്സിനെയും ഇന്റർചേഞ്ച് ചെയ്ത് വിളിക്കും. അപ്പോൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയും അതിന്റെ അസോസിയേറ്റഡ് മെത്തേഡും കൂടി ഒരു ലോജിക്കൽ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. ടൈപ്പ് എന്ന് പറഞ്ഞ സാധനം മോസ്റ്റ്ലി അബൌട്ട് ഡാറ്റ. അപ്പോൾ ഈ വാട്ട് അബൌട്ട് ദ ഫംഗ്ഷൻ, അപ്പോൾ അതിനാണ് മറ്റേ എന്താ പറയുക പ്യുവർ ഫംഗ്ഷൻസ്, ഫംഗ്ഷണൽ കോമ്പസിഷൻ, കറിയിങ്, പാർഷ്യൽ ഫംഗ്ഷണൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്സിന്റെ മുകളിൽ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റേ എന്താ പറയുക ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ രീതി. ഇപ്പൊ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സസ് വിത്തൗട്ട് മെത്തേഡ്സ് നമുക്ക് ഓപ്പറേഷണലി പറയാം. അപ്പോൾ ഈ ഗ്യാങ് ഓഫ് ഫോറിന്റെ കോമ്പോസിറ്റ് വിസിറ്റർ പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ തത്വം ഫോളോ ചെയ്യാറുണ്ട്. കോമ്പോസിറ്റ് സൈഡിൽ എന്താ പറയുക ഒരു ആസെപ്റ്റ് എന്നുള്ളൊരു മെത്തേഡേ ഉണ്ടാവുള്ളൂ. അത് മിക്കവാറും സെയിം മെത്തേഡ് തന്നെ ആയിരിക്കും എല്ലായിടത്തും അതിന്റെ ബോഡി. ഓക്കെ, അപ്പോൾ ഈ കോമ്പോസിറ്റ് പാറ്റേൺ ആൻഡ് വിസിറ്റ് പാറ്റേൺ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ കോമ്പോസിറ്റ് സൈഡിലുള്ള നമുക്ക് ടൈപ്പിന്റെ ഒരു ബിഹേവിയർ ഉള്ള സാധനം എന്ന് പറയാം. കാരണം അതിൽ ഡാറ്റ ഉണ്ടാവുള്ളൂ. അപ്പൊ ടൈപ്സിലെ ഡാറ്റ പബ്ലിക് ആയിരിക്കും. കാരണം വൈ വി ക്യാൻ ഹാവ് ഇറ്റ് പബ്ലിക്? കാരണം മ്യൂട്ടേഷൻ ഇല്ല ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ അൺലെസ് യു റിക്വസ്റ്റ് ഇറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അത് കോപ്പി എടുക്കും. അപ്പോൾ ഈ ടൈപ്പിംഗ് പെർസ്പെക്റ്റീവും ജനറിക് പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ C++ ഒരു ടെംപ്ലേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ റിക്കർസീവ് ടെംപ്ലേറ്റ്സിന് വേണ്ടി ടെംപ്ലേറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ കമ്പ്യൂട്ടേഷൻ നടക്കുന്നതായിട്ട് എർവിൻ അൺറൂ എന്ന് പറഞ്ഞൊരു പുള്ളി കണ്ടുപിടിക്കുകയും അങ്ങനെ C++ന്റെ ടെംപ്ലേറ്റ് സിസ്റ്റം ട്യൂറിംഗ് കംപ്ലീറ്റ് ആണെന്ന് കണ്ടുപിടിച്ചത്. അത് പുതിയ എന്താ പറയുക സാധ്യതകൾ അത് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. സാധാരണ നമ്മൾ ഒരു ടൈപ്പ് ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് ടൈപ്പോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ടൈപ്പ് ഇട്ടിട്ടാണ് ടൈപ്പിന്റെ വേരിയബിൾ കൊടുക്കുന്നത്. പക്ഷേ ബിക്കോസ് ഓഫ് C++ മെറ്റാ പ്രോഗ്രാമിംഗ് നമുക്ക് എക്സ്പ്രഷൻ ടെംപ്ലേറ്റ്സ് പറ്റും. അതായത് വി കൻ ഗിവ് ടൈപ്പ് എക്സ്പ്രഷൻ ആൻഡ് ഡിപെൻഡ് അപ്പോൺ ദ കോണ്ടാക്ട്. ട്യൂറിംഗ് കംപ്ലീറ്റ്നെസ് എന്ന് പറയാം പെൻഗ്വിൻ അല്ല എന്നുള്ളത്. അതിന്റെ ടൈപ്പ് സിസ്റ്റം വേണമെങ്കിൽ അല്ലെങ്കിൽ മെറ്റാ പ്രോഗ്രാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സിസ്റ്റം ട്യൂറിംഗ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ ഫങ്ഷണൽ ലാംഗ്വേജസ് വന്നപ്പോഴാണ് ഈ ടൈപ്പ് സിസ്റ്റത്തിന്റെ ഡിബേറ്റ് മുന്നോട്ട് വരികയും ഇപ്പൊ ജനറലൈസേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക കുറെ കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പാറ്റേൺ മാച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫങ്ഷണൽ ലാംഗ്വേജിന്റെ കോണ്ടെക്സ്റ്റിലാണ് വന്നത്. അപ്പോൾ ഞാൻ വാറിനെ കുറിച്ച് ആൾറെഡി പ്രതിപാദിച്ചു. അപ്പോൾ C# വെർഷൻ 4-ലും ജാവ വെർഷൻ 7-ലും റഫ്ലി ദ സെയിം ടൈം മറ്റേ ഈ ഡൈനാമിക് ലാംഗ്വേജസ് റൺ ചെയ്യാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ അവരുണ്ടാക്കിയിരുന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റ് അതിനെ DLR എന്നാണ് വിളിച്ചിരുന്നത്. ജാവ ഇൻവോക്ക് ഡൈനാമിക് എന്ന് വിളിച്ചു. അപ്പോൾ ഈ ടൈപ്പ് ഇൻഫറൻസ് C#ല് ഒരു ലോക്കൽ ടൈപ്പ് ഇൻഫറൻസ് C#ലും ജാവയിലും വന്നു. ഈ അവരുപയോഗിച്ച കീവേഡ് വാറാണ്. അപ്പൊ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ജാവ സ്ക്രിപ്റ്റിലും വാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ ഇൻ ജാവ സ്ക്രിപ്റ്റ് ഇസ് നോട്ട് ടൈപ്പ് ഇൻഫറൻസ്. ഇറ്റ് പെർമിറ്റ്സ് വേരിയബിൾ ടു ബി റീഅസൈൻഡ് ടു ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. എന്ന സ്ഥാനത്ത് C# ജാവയിൽ വൺസ് ടൈപ്പ് ഏതാന്നുള്ളത് ഈ പെറൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കമ്പൈലർ വിൽ എൻഫോഴ്സ് ഇറ്റ്. പിന്നെ ടൈപ്പ് ഹിൻസിനെ കുറിച്ചും പറഞ്ഞു. പൈത്തൺ മാതിരിയുള്ള ലാംഗ്വേജ് ബെറ്റർ കോഡ് ജനറേഷനും സേഫ്റ്റിക്കും വേണ്ടി ടൈപ്പ് ഹിൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലിൻഡേഴ്സിനൊക്കെ അത് എളുപ്പമായിരിക്കും. പിന്നെ അഡ്വാൻസ് ടൈപ്പ് സിസ്റ്റം ഓഫ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഡിസൈൻ മൂലവും ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ
എന്താ പറയുക ടൈപ്പ് സിസ്റ്റവും ട്യൂറിംഗ് കംപ്ലീറ്റ് ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പിന്നെ അപ്പൊ ഈ ഡിസ്കഷന്റെ ക്രക്സ് വരുന്നത് ആൾജിബ്രായിക് ഡാറ്റ ടൈപ്സിലാണ്. അപ്പോൾ ഈ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ നമ്മള് സാധാരണ ആൾജിബ്ര ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്കൂൾ ആൾജിബ്ര, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക്കിന്റെ ജനറലൈസേഷൻ ആണ്. എന്താ പറയാ ആൾജിബ്ര. ആൾജിബ്രയിൽ നിങ്ങൾക്ക് ലീനിയർ ഈക്വേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ഉണ്ട്. ക്വാഡ്രാറ്റിക് ഈക്വേഷന്റെ 1-2 പ്രോബ്ലം സോൾവ് ചെയ്യാതെ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റില്ല. പിന്നെ ഈ ക്യൂബിക് പോളിനോമിയലിനൊക്കെ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഇല്ലാന്നും ചില ലിമിറ്റഡ് സ്ഥലത്തേ ഉള്ളൂ എന്നും. പിന്നെ പോളിനോമിയൽസ് എന്താ പറയാ അങ്ങനെയാണ് ആൾജിബ്ര ഉണ്ട്. പക്ഷെ വേറൊരു ആൾജിബ്ര ഉണ്ട്, അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്ന് പറയും. സെറ്റ് പഠിക്കും, പിന്നെ റിലേഷൻ പഠിക്കും, പിന്നെ ഫംഗ്ഷൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഈ മാഗ്മ, സെമി ഗ്രൂപ്പ്, ഗ്രൂപ്പ്, റിങ്, ഫീൽഡ്, അങ്ങനെ എന്താ പറയാ ഓരോ ഈ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒബ്ജക്ട്സിന്റെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതിനെയാണ് ആൾജിബ്ര അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ അതിലെ ഓപ്പറേഷൻസ് അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഈ എന്താ പറയാ ഈ ക്ലോഷർ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ടൈപ്പ് ഡിസൈൻ ചെയ്യാം. അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി സം ടൈപ്പും പ്രൊഡക്റ്റ് ടൈപ്പും വേണം. അതായത് കണ്ടിന്യൂറ്റീവ് നോർമൽ ഫോമിലും ഡിസ്റ്റിങ്റ്റീവ് നോർമൽ ഫോമിലും എഴുതുന്ന ടൈപ്സ് നമ്മൾ എന്താ പറയാ ഹൈറാർക്കി ഉണ്ടാക്കാനും, എന്താ പറയാ പോളിമോർഫിസം നമുക്ക് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാതെ ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താ പറയാ ഈ അങ്ങനെ ഡാറ്റ കോമ്പാക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഹീപ്പൊക്കെ ത്രാഷ് ചെയ്യാത്തത് കൊണ്ട് ബെറ്റർ കോഡ് ഇത് ചെയ്യാൻ പറ്റും. C# പോലുള്ള ലാംഗ്വേജിൽ പ്രത്യേകിച്ചും, ജാവയിൽ പ്രൊജക്ട് മലാല വന്നു കഴിഞ്ഞാൽ അത് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഭയങ്കരമായിട്ട് ഹ്യൂജ് ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ലോ ലേറ്റൻസി സിസ്റ്റത്തിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ആൾജിബ്രായിക് ഡാറ്റ സിസ്റ്റത്തിന്റെ ഒപ്പം തന്നെ വരുന്ന ഒരു സാധനമാണ് പാറ്റേൺ മാച്ചിങ്. അപ്പൊ അതൊരു തരം എന്താ പറയാ ഒരു ഡിക്ലറേറ്റീവ് റിഫ്ലക്ഷൻ ഒക്കെ പറയാറുണ്ട്. ഓക്കെ, പിന്നെ എന്താ വെച്ചാല് ഈ സം ടൈപ്പും പ്രൊഡക്റ്റ് ടൈപ്പും ഫങ്ഷണൽ സ്വിച്ചും പാറ്റേൺ മാച്ചിങ്ങും ചേർത്താണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഇത് ചെയ്യണം. പിന്നെ ഈ പാറ്റേൺ മാച്ചിങ്ങിന് നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് ജനറേറ്റർ ആയിട്ട് നമുക്ക് കാണാം, വിച്ച് വിൽ ജനറേറ്റ് ടൈറ്റ്ലി ബൗണ്ടഡ് കോഡ് ടു ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോ ഇതില് ഇപ്പോ ശരത്തും ലാലും ടൈപ്പിങ്ങിനെ കുറിച്ചൊക്കെ അവരുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. and I have studied it as well, bit more detail than most programmers. അപ്പോൾ ഈ now the floor is actually open for discussion. നമുക്ക് ഇതിലെ ഓരോ വെക്ടേഴ്സ് എടുത്തിട്ട് അനലൈസ് ചെയ്യാം. ഓരോരുത്തർക്ക് അവരുടെ അനുഭവമോ, ഇപ്പോൾ മിഥുനുണ്ട് ഈ കോളില്, അപ്പോൾ മിഥുൻ will be able to, since he has worked with C++ and Java, he'll be able to tell a lot of things about types in his own manner. Over to you guys. പറയൂ. അല്ല, ഈ ജനറിക് പ്രോഗ്രാമിംഗ് C++ലെ ഫോർമലൈസ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ഫോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിന്റെ മാതിരിയുള്ള ഒരു അത്രയും ലിറ്ററേച്ചർ ജനറിക് പ്രോഗ്രാമിങ്ങിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ജനറിക് പ്രോഗ്രാമിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിസ്റ്റമായിട്ട് വരുന്നത് ഡേവ് മൊസറും അലക്സാണ്ടർ സ്റ്റെപ്നോവും അതുൽ സൈനിയും അങ്ങനെ ഏതാണ്ടൊരു ഇന്ത്യക്കാരുണ്ട്. ഇവരുടെ ഒരു 3 പേരുടെ ഗ്രൂപ്പാണ് അതില് റിസർച്ച് നടത്തിയത്. അപ്പൊ ഈ അലക്സാണ്ടർ സ്റ്റെപ്നോവില് എന്തോ എന്താ പറയാ ഈ ആശുപത്രി കിടക്കുമ്പോ ജനറിക് അൽഗോരിതം എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോ ഈ ചില കണ്ടെയ്നേഴ്സിന് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പാരലൽ റിഡക്ഷൻ ചെയ്യാമെന്നും, ഈ അതിലത്തെ ടൈപ്സിന് കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഓർഡർ എക്സിക്യൂഷൻ ചെയ്യാമെന്ന് പുള്ളി കണ്ടുപിടിക്കുകയോ എന്തോ ചെയ്തു. അങ്ങനെയാണ് ഈ ജനറിക് പ്രോഗ്രാമിങ്ങിന്റെ റിസർച്ച് നടക്കുന്നത്. അങ്ങനെ ഒരു 15 years അടയിലൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് C++ല് 1994 അത് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രപ്പോസ് ചെയ്യണേ. പക്ഷെ ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ അതിനു മുമ്പ് തന്നെ വന്നിരുന്നു. അപ്പൊ C++ 98 ലാസ്റ്റ് കയറ്റിയൊരു സാധനമാണ്. അപ്പോ ജനറിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റിസർച്ച് എന്താന്നുള്ളത് വലിയ ഐഡിയ ഇല്ല. ഇപ്പൊ ജനറിക് പ്രോഗ്രാമിംഗ് ഇപ്പൊ ജനറേറ്റേഴ്സ് ആൻഡ് ഐറ്ററേറ്റേഴ്സ്. അപ്പോ ഈ ജനറിക് പ്രോഗ്രാമിങ്ങില്
ഇപ്പോൾ അറ്റ്ലീസ്റ്റ് C++ന്റെ കേസിൽ കണ്ടെയ്നേഴ്സ് ഉണ്ട്, കണ്ടെയ്നർ അഡാപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഐറ്ററേറ്റേഴ്സ് ഉണ്ട്. ഈ ഐറ്ററേറ്റേഴ്സ് തന്നെ അഞ്ച് രീതിയിലുണ്ട്. അപ്പോൾ ഈ പിന്നെ ഫങ്ക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ഓപ്പറേഷൻ ഓൺ ഈച്ച് എലമെന്റ് ചെയ്യണം എന്നുള്ളത് ഒരു യൂണറി ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഓപ്പറേറ്റർ ഓവർലോഡ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ന്യൂമറിക്സ് അങ്ങനെ ഒരു അതിനൊരു അതിൻ്റെതായ ഒരു ഫിലോസഫി ഉണ്ട്. ഈ ഐറ്ററേറ്റേഴ്സിനെ കുറിച്ചും മറ്റേതിനെ കുറിച്ചൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ അത് കാറ്റഗറി തിയറിനെ ബേസ് ചെയ്തല്ലാത്തതുകൊണ്ട് പൊതുവെ ജനറിക് പ്രോഗ്രാമിങ്ങിനോട് ഈ അക്കാഡമിക്സിനും മറ്റവർക്കൊക്കെ ഒരു താല്പര്യമില്ല. അപ്പൊ അത് ഫോർമലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ ഇസ് ആക്ച്വലി ഫണ്ടമെന്റൽ വർക്ക് നടന്നുണ്ട്. പക്ഷെ അതൊരു ഇപ്പൊ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ സാധനം അത് ഒരു എംപെരിക്കൽ നീഡിൽ നിന്ന് വന്നതാണോ ഇനിയിപ്പോ എന്താ പറയാ മറ്റേ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ ആണോ എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ശരതേ. അല്ല, ഈ ഫോർമലൈസേഷൻ എന്നുള്ളതിന് പല മാനം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഡിസ്കഷനിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അതായത് മാത്തമാറ്റിക്കൽ ഫോർമലിസം തന്നെ വേണമെന്നില്ല. അതായത് ഇവൻ സ്പെസിഫിക്കേഷൻ എഴുതുന്നത് തന്നെ കൈൻഡ് ഓഫ് ഫോർമലിസം ആണ്. അപ്പൊ ആ ലെവലിൽ ഇപ്പൊ ഡിനോട്ടേഷണൽ ക്വാസി ഫോർമൽ എന്ന് പറയാം. എനിക്ക് അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടിരുന്നത് ഇപ്പൊ ഒരു ഡെലിവറി അല്ല, അപ്പൊ ഒരു ക്വാസി ഫോർമലിസം എന്ന് പറയും. ഇപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ പ്രോബ്ലം ഉണ്ട് അവിടെ. ഇപ്പൊ ജനറിക് പ്രോഗ്രാമിംഗ് അങ്ങനെ മാത്തമാറ്റിക്കലി ഈ എന്താ പറയാ കാറ്റഗറി തിയറി മാതിരിയുള്ള ഒരു റോബസ്റ്റ് മെക്കാനിസത്തിന്റെ സപ്പോർട്ട് ജനറിക് പ്രോഗ്രാമിങ്ങിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല. അല്ലേ? ഈ ടൈപ്പ് സിസ്റ്റത്തിന്റെ ടൂറിംഗ് കംപ്ലീറ്റ്നെസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് അങ്ങനെയല്ല, ഒരു ലാംഗ്വേജ്, അതായത് ഈ ട്യൂറിംഗ് മെഷീൻ, ലാംഡ കാൽക്കുലസ്, പ്രെഡിക്കേറ്റ് ലോജിക്, ഇതാണ് 3 മെഷീൻ മോഡൽസ് ഫണ്ടമെന്റലി ഉള്ളത്. കറി ഹോവാർഡ് കറസ്പോണ്ടൻസോ ഏതോ ഒരു ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഈ മെഷീനിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ലാംഗ്വേജിൽ ഒരു കമ്പ്യൂട്ടേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റ് ലാംഗ്വേജസിലും അത് ചെയ്യാൻ പറ്റുമെന്നൊരു തിയറി ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് അപ്പോ എഫക്റ്റീവ്ലി ഏതെങ്കിലും ഒരു ലാംഗ്വേജിന് മറ്റേ ഇഫ് സ്റ്റേറ്റ്മെന്റും വൈലും അല്ലെങ്കിൽ ജമ്പ് ഉണ്ടെങ്കിൽ, ഗോട്ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമ്പ്യൂട്ടേഷൻ അതിൽ ചെയ്യാന്നുള്ളതിനെയാണ് ട്യൂറിംഗ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ലാംഗ്വേജ് ഇപ്പോൾ ഈവൻ സ്ലാങ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഴുതാമെന്ന് പറഞ്ഞാൽ സ്ലാങ് വെച്ചിട്ട് നമുക്കൊരു സ്ലാങ്ങിന്റെ കമ്പൈലർ ഉണ്ടാക്കിയിട്ട് അത് നേറ്റീവ് കോഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. മനസ്സിലായില്ലേ? അതായത് എക്സ്പ്രസിവിറ്റി കുറവാന്നുള്ളൂ, പക്ഷേ ലാംഗ്വേജ് ഹാസ് ഗോട്ട് പൊട്ടൻഷ്യൽ. ഒരു ഡെമോൺ ഇരുന്ന് എഴുതിയാൽ C++ നല്ല കാര്യം സ്ലാങ്ങിന് ചെയ്യാൻ പറ്റണം. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് മോർ ടൈപ്സ് ദാൻ ട്യൂറിംഗ് കംപ്ലീറ്റ്നെസ്. മനസ്സിലായില്ലേ? അപ്പോ ടൈപ്പ് സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ശരിക്കും ഒരു ഡിക്ലറേറ്റീവ് ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യാണല്ലോ, ഇതാണ് അതിന്റെ ടൈപ്പ് എന്ന്. ഇനിയിപ്പോ ടൈപ്പ് കമ്പോസ് ചെയ്യാം, അത് കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിലെ ജനറിക്സ് സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഹയർ കൈൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞ സാധനം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി C# നോക്കി സ്ട്രക്ചറൽ ടൈപ്പിങ്ങും കൂടി വന്നതിൽ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറിക്സും സ്ട്രക്ചറൽ ടൈപ്പിങ്ങും ഈ പുതിയ ടൈപ്പിംഗ് മെക്കാനിസം വന്നപ്പോ കമ്പൈലറിന് ടൈപ്പ് അനാലിസിസ് നടത്തണമെങ്കിൽ കുറെ പണിയെടുക്കണം. അപ്പൊ അതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പവർ ഉണ്ടായിപ്പോയി ആക്സിഡന്റലി. ഡിസൈൻ അതല്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വേരിയബിളും എക്സ്പ്രഷൻ ഉള്ള മാതിരി തന്നെ ടൈപ്പും എക്സ്പ്രഷൻ പറ്റും. അപ്പൊ ഒരു ടൈപ്പ് എക്സ്പ്രഷൻ X എന്ന് കൊടുത്തു കഴിഞ്ഞാല് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അതിലിപ്പോ ഡബിൾ ആവും, ഫ്ലോട്ട് ആവും, ചിലപ്പോൾ ഈവൻ സ്ട്രിങ് ആവാം. അപ്പൊ ടൈപ്പ് സിസ്റ്റം ട്യൂറിംഗ് കംപ്ലീറ്റ് ആണെന്നുള്ളത് C++ന്റെ ടെംപ്ലേറ്റ് മെക്കാനിസം ട്യൂറിംഗ് കംപ്ലീറ്റ് ആണെന്ന് ആക്സിഡന്റലി ഡിസ്കവർ ചെയ്തതാ. അതായത് ഒരു ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. പ്രോഗ്രാം കമ്പൈൽ ആയില്ല, പക്ഷെ ഔട്ട്പുട്ട് സ്ക്രീനിലുണ്ടായിരുന്നു.
അതെന്താ പറ്റിയെന്ന് വെച്ചാല് ഈ ഫാക്ടോറിയൽ റിക്കർസീവ് ചെയ്യുമ്പോൾ ഒരു റിക്കർസീവ് ടെംപ്ലേറ്റ് വന്നാൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടേഷൻ നടത്തണ്ടേ. അപ്പൊ അത് നടത്തുന്ന മെക്കാനിസം ട്യൂറിംഗ് കംപ്ലീറ്റ് ആണ്. ഇവിടെ കിട്ടിയ അപ്പൊ അത് കാരണം ഈ എക്സ്പ്രഷൻ ട്രീസ് കുറെ നോവൽ കമ്പ്യൂട്ടേഷൻ അപ്രോച്ച് C# അല്ല C++ പയനിയർ ചെയ്യപ്പെട്ടു. അപ്പൊ ബെറ്റർ മെറ്റാ പ്രോഗ്രാമിംഗ് സപ്പോർട്ടൊക്കെ കിട്ടാനും ആൾക്കാർക്ക് കൺവിക്ഷനോടെ കമ്പയർ ടൈം കമ്പ്യൂട്ടേഷനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ട്യൂറിംഗ് കംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് വേരിയബിൾസിന് പോരെ, മറ്റേ ലാംഗ്വേജിന് പോരെ, അതിന്റെ മെറ്റാ ലാംഗ്വേജ് അഥവാ ടൈപ്പ് സിസ്റ്റത്തിന് ട്യൂറിംഗ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് തിങ്സ് ചെയ്യാം. അതായത് കുറെ ലാർജ് ക്ലാസ് ഓഫ് എറേഴ്സ് ഒഴിവാക്കാം. ഈ അല്ല, ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റില് എന്തുകൊണ്ടായിരിക്കും അത് വന്നതെന്നാണ് സാറിന്റെ ഇൻഡ്യൂഷൻ? അല്ല, ഞാനിവിടെ പറഞ്ഞു, പറഞ്ഞു. ഓക്കെ. അതായത് ടൈപ്പ് എന്ന് പറയുന്ന സാധനം എന്താണ്, നമ്മൾ ഡാറ്റയ്ക്ക് അസൈൻ ചെയ്യുന്ന ഒരു സിമ്പലാ അല്ലെ. അതിനൊരു അസോസിയേറ്റഡ് ഡ്രൈവ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രിമിറ്റീവ് ടൈപ്സിന്റെ കോമ്പോസിഷൻ ആണല്ലോ കോമ്പൗണ്ട് ടൈപ്സ്. പിന്നെ അത് തന്നെ പല അബ്സ്ട്രാക്ഷൻ മെക്കാനിസം ഉണ്ട്. അപ്പോ ഈ അബ്സ്ട്രാക്ഷൻ മെക്കാനിസത്തിന്റെ മുകളില് ജനറിക്സും ഈ അതായത് ഒരു എന്താ പറയാ അനാലിസിസ് പെറൂസ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കേണ്ട രീതിയിലുള്ള ടൈപ്സ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ആക്സിഡന്റലി വന്നതാ. അത് ഇപ്പൊ റിക്കർസീവ് ടെംപ്ലേറ്റ്സ് അതിനുള്ള സാധനം റിക്കർസീവ് ജനറിക്സ് സപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ വരുമല്ലോ. ഇപ്പൊ കൺസ്ട്രെയിൻ ലാംഗ്വേജിൽ വരാം. അപ്പൊ ടൈപ്പ് എക്സ്പ്രഷൻസ് കൺസ്ട്രെയിൻ ലാംഗ്വേജിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഏത് ടൈപ്പിന്റെ ടൈപ്പിംഗ്നെസിനെ കുറിച്ചുണ്ട്, മനസ്സിലായില്ലേ? ടൈപ്പിന്റെ മെറ്റാലോജി അല്ല അത് പറയാൻ പറ്റുള്ളൂ. ഒരു സാധനം ഇന്റഗ്രൽ നമ്പർ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇൻഡ് 32 ഇൻഡ് 64 ലോങ് അങ്ങനെയാണെന്നുള്ളത്. ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റ് ഉണ്ടാവും. ഇവിടെ കിട്ടിയ ചിലപ്പോ അവര് മറ്റേ കൺസ്ട്രെയിൻ ലാംഗ്വേജ് വെച്ചിട്ട് IEEE റിയൽ 8 പറ്റുള്ളൂ, അങ്ങനെ ഫിക്സ് ചെയ്യാലോ. പ്ലോട്ട് ഇല്ല, ഡബിളേ പറ്റുള്ളൂ, പ്ലോട്ട് ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അങ്ങനത്തെയൊക്കെ കാര്യങ്ങള് നമുക്ക് ചെയ്യാം. അതാണ് ലാലു ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം. ഇപ്പൊ ആക്സിഡന്റൽ ആവാനാണ് വഴി. ഇപ്പൊ ഈവൻ ടൈപ്പ് സ്ക്രിപ്റ്റും ആക്സിഡന്റൽ ആണെന്നാണ് എനിക്ക് ഇപ്പൊ ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇതിനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പണ്ട് മറ്റേ ഈ പോസ്റ്റ്മാന്റെ ഒരു കൊളോൺ എഴുതുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു കൊച്ചിയില്. അതിന്റെ CTO ഒരു സെഷൻ എടുത്തിരുന്നു. അപ്പൊ അവനതില് 1-2 എക്സാമ്പിള് അന്ന് നോട്ട് ആക്സിഡന്റൽ ഹാക്കർ ന്യൂസിലാവുന്നതാണ്. 2017 കണ്ടുപിടിച്ച ഇതാന്നാണ്. This is not really a bug report, and I certainly don't want TypeScript type system being restricted due to the issue. However, I noticed that type system in its current form version is Turing complete. Turing completeness is being achieved by combining mapped types, recursive type definition, accessing member types through index types, and fact that one can create types of arbitrary size. In particular, following പുള്ളി കണ്ടില്ലേ, ഒരു ബഗ് ഇതായിട്ടാണ് പുള്ളി ഫുൾ സാധനം ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ ഞാനും ഇതിനും ഡിസ്കസ് ചെയ്താണ് ഇത്. നമ്മള് സ്ലാങ് ഒക്കെ വേണമെങ്കിൽ മോഡൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതെ അല്ല, നമുക്ക് ഈ ഇപ്പൊ നമ്മുടെ ടെക്നോളജി ഉണ്ട് ടൈപ്പ് ഇൻഫറൻസ് നടത്താൻ വരെ. അതായത് അൺടൈപ്ഡ് ലാംഡ കാൽക്കുലസിന്റെ ഇന്റർപ്രറ്ററും ഉണ്ട്, യൂണിഫിക്കേഷൻ ഉണ്ട്. അത് ടൈപ്ഡ് ലാംഡ കാൽക്കുലസ് ആക്കിയാൽ മതി. പോളിമോർഫിക് ആക്കും തോറും പുതിയ 2017 ഏതൊരു വെർഷനിൽ ഇത് ചെയ്തതാണത്.
അവര് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ കോഡ് ബ്രേക്ക് ചെയ്യും പല സ്ഥലത്തും അല്ലേ? അതെ അതെ. അല്ല ഇതിപ്പോ ഈ ഡൈനാമിക് ടൈപ്പ് കമ്പ്യൂട്ടേഷൻ ഒക്കെ ലൈബ്രറീസ് ഒക്കെ ഉണ്ട് അത് ചെയ്യാനായിട്ട്. ഇപ്പോ അതെ അതെ. ഒരുപാട് കോഡ് അങ്ങനെ റിലേ ആണ്. ഇത് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് വേറെ മാനം ഉണ്ടല്ലോ, ഇത് വേറെ ക്യാമ്പ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ വൺ ഓഫ് ദ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കീമ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഈ സോഡ് എന്നുള്ള ലൈബ്രറി ഒക്കെ ഉണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിൽ, അത് ടൈപ്പ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്തെടുക്കലാം. അല്ല ഇപ്പൊ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ഡാറ്റ ഓറിയന്റഡ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ എന്താ അവരെന്താ പറഞ്ഞത്? ഇപ്പൊ ഗെയിം പ്രോഗ്രാമിംഗില് മറ്റേ പാക്ഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് കോമ്പാക്ട് ആക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതാ ടൈപ്സ് സ്വാഡ് ലൈബ്രറി എന്താണ് മുന്നോട്ട് വെക്കണേ? സോഡ് ലൈബ്രറി അല്ല, ലൈബ്രറി എന്നുള്ളത് ഒരു സ്കീമ ഡെഫിനിഷൻ മെക്കാനിസം ആയിട്ട് വന്നതാണ്. അതായത് ഇവര് 4 പ്രിൻസിപ്പിളാ പറയുന്നത്. ഫുള്ളി എനിക്കിപ്പോ ഓർമ്മയില്ല എക്സാക്ട്ലി എന്തൊക്കെയാണ്. ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ അല്ലേ? അതെ അതെ. അതായത് ഈ സ്കീമ സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ എന്തൊക്കെയായിരുന്നു, സ്കീമ സെപ്പറേറ്റ് ചെയ്യുന്ന ഉദ്ദേശം എന്താ? അതായത് ഡാറ്റയുടെ റെപ്രസെന്റേഷൻ ഡാറ്റയിൽ നിന്ന് വിഭിന്നമായിരിക്കണം എന്ന് പറയണേ. അതായത് ഒരു ക്ലാസ് ഒരു കോണ്ടാക്ട് എന്നൊരു ക്ലാസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് സ്കീമ ഷുഡ് ബി സെപ്പറേറ്റ് എന്നുള്ളതാ പറയണേ. അതിന്റെ കോൺസിക്വൻസ് എന്താ? അല്ല അതാണ് ഞാൻ ഫുള്ള് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല അത്. പിന്നെ മറ്റേ യൂഷ്വൽ സ്റ്റഫ്, കോഡും ഡാറ്റയും സെപ്പറേറ്റ് ചെയ്യല്, അങ്ങനത്തെ കാര്യങ്ങളാണ്. കോഡും ഡാറ്റയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. ഇപ്പൊ ഞാനിപ്പോ പാറ്റേൺ മാച്ചിങ്ങിന് അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? ഈ മീൻ മറ്റേ വെള്ളത്തിൽ നിന്ന് ചാടിയേ കായ പിടിക്കണ മാതിരിയുള്ള ഒരു പരിപാടിയാണ് പാറ്റേൺ മാച്ചിങ്. അതായത് ട്രഡീഷണലി ഊപ്പും മറ്റേ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് മീറ്റ് ചെയ്യുമ്പോൾ ഈ കോമ്പോസിറ്റ് വിസിറ്റിനെ ഫ്ലാറ്റൻ ചെയ്ത് സ്ട്രീം ആക്കുകയോ അങ്ങനെ ഒരു ഫ്ലാറ്റനിങ് പ്രോസസ്സ് വേണമായിരുന്നു ഈ ഫങ്ഷണൽ കമ്പോസിഷനിലോട്ട് പീജിയൻ ഹോൾ ചെയ്യാൻ. മനസ്സിലായോ? അത് ഒഴിവായി കിട്ടി. പാറ്റേൺ മാച്ചിങ് വെച്ചിട്ട് നമുക്ക് ഈ എന്താ പറയാ ആ ഹൈറാർക്കി ബ്രേക്ക് ചെയ്യാൻ സം ടൈപ്പിന് പവർ ഉണ്ടല്ലോ. അത് ഫങ്ഷണൽ സ്വിച്ചും പിന്നെ പാറ്റേൺ മാച്ചിങ്ങും കൂടി വെച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ തന്നു. അതായത് നമുക്ക് ഡാറ്റ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്താൽ മതി, ഫ്ലാറ്റൻ ചെയ്യണ്ട. അല്ല അവിടെയാണ് സാർ ആ ജനറേറ്റർ എന്ന് പറയുന്ന പാർട്ട് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ കോഡ് ജനറേറ്റർ കേട്ടോ. കാരണം ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ജനറേറ്റർ ഉണ്ട്, ജനറിക്സ് ആയിട്ട് വളരെ ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഞാനത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാവണമല്ലോ. അല്ലെങ്കിൽ ഈ ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കാരണം ഷൈൻ സേവിയർ ഒരു അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ജനറേറ്റേഴ്സ് ആൻഡ് ഐറ്ററേറ്റേഴ്സിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ കയ്യിലെ അത് പോയി എടുത്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ പറയുന്ന ജനറേറ്ററും അത് തമ്മിൽ മാപ്പ് ചെയ്യില്ല. അല്ല അതൊരു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ റിക്കർസീവ് ടെംപ്ലേറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോ ഇതിന്റെ റിക്കർസീവ് ടൈപ്സ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അല്ല അതായത് ഞാൻ ഒരു ജിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഞാൻ എടുത്ത് നോക്കിയതാ. ഇത് 4 പ്രിൻസിപ്പിൾ ആണെങ്കിൽ ജസ്റ്റ് വായിക്കാം. കേൾക്കണ്ട? അതായത് ഫസ്റ്റത്തെ സെപ്പറേഷൻ കോഡ് ഫ്രം ഡാറ്റ ആണ്, ബിഹേവിയർ ഫ്രം ഡാറ്റ. പിന്നെ റെപ്രസെന്റിങ് ഡാറ്റ വിത്ത് ജനറിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് പ്രിൻസിപ്പിൾ 2. അതായത് ജനറിക് ഡാറ്റ ലിസ്റ്റ് ആയിരിക്കും മെയിൻലി അല്ലെ? ലിസ്റ്റ് മാപ്പ് അങ്ങനത്തെ പരിപാടികൾ. പിന്നെ ട്രീറ്റിംഗ് ഡാറ്റ ആസ് ഇമ്മ്യൂട്ടബിൾ. ഓക്കെ. പിന്നെ പ്രിൻസിപ്പിൾ 4 സെപ്പറേറ്റിംഗ് ഡാറ്റ സ്കീമ ഫ്രം ഡാറ്റ റെപ്രസെന്റേഷൻ. അപ്പൊ അത് ഒരു നോമിനൽ ടൈപ്പിംഗ് ലാംഗ്വേജിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്താണെന്നുള്ളത് കോൺസിക്വൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തല്ല. പക്ഷേ ടൈപ്പ് സ്ക്രിപ്റ്റ് പോലത്തെ സ്ട്രക്ചറൽ ടൈപ്പിംഗ് ഉള്ള സ്ഥലത്ത് ഭയങ്കര കോൺസിക്വൻസ് ഉണ്ട് അതിന്. ഞാൻ പറയട്ടെ, സ്ട്രക്ചറൽ ടൈപ്പിംഗ് ശരിക്കും അങ്ങനെ ഡ്രൈവ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലേ? ഇല്ല അങ്ങനെയല്ല സ്ട്രക്ചറൽ ടൈപ്പിംഗ്. പക്ഷേ ഈക്വാലിറ്റി ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്തിട്ട് ചെയ്യണായിട്ടുണ്ട് കേട്ടോ. ചെയ്തൂടെ ശരിക്കും?
ഉണ്ട്, പക്ഷെ അത് നമ്മള് അല്ല ഇറ്റ്സ് നോട്ട് ഇപ്പൊ ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ ഫോർ മറ്റേ എന്താ പറയാ ഈ ലൈബ്രറി ഇൻട്രോപ്പറബിലിറ്റി. അത് റൺ ടൈമിലോട്ട് തങ്കി ചെയ്യുന്ന പരിപാടിയാ. സ്റ്റാറ്റിക് ചെക്സ് കിട്ടില്ല. ഇക്വാലിറ്റി അതാ പ്രശ്നം. അങ്ങനെയല്ലേ ഇപ്പൊ ഈ സ്റ്റാറ്റിക് മറ്റേ സ്ട്രക്ചറൽ ടൈപ്പിംഗ് തടയാൻ ചിലപ്പോൾ നോമിനൽ ടൈപ്പിംഗ് ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ ടൈപ്പ് സ്ക്രിപ്റ്റില്? പറ്റും. നോമിനൽ ടൈപ്പിംഗ് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സെമാൻറ്റിക്സ് കൊണ്ടുവരാം. സിമ്പിൾ എന്നുള്ള ഇതില്ലേ, ടൈപ്പ് ഇല്ല, അത് അതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ അതാണ്. അതായത് അപ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോ തന്നെ സിമ്പിൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കണോ? അതെ. അപ്പൊ 2 സിമ്പിൾ ഒരിക്കലും ഈക്വൽ ആവില്ല. അതായത് സാറിന് ഇപ്പോ 2 സെയിം സ്ട്രക്ചറുള്ള 2 ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെങ്കിൽ സിമ്പിൾ വെച്ച് നമുക്കത് അതായത് ഡിഫോൾട്ടിനെ പിടിച്ച് എക്സെപ്ഷൻ ആക്കി അല്ലേ? അപ്പൊ അത് അങ്ങനെയല്ല. ഇപ്പൊ സ്ട്രക്ചറൽ ടൈപ്പിംഗ് ലൈബ്രറി ഡിസൈനേഴ്സ് അല്ലാതെ ആൾക്കാർ ഉപയോഗിക്കണ്ടോ മര്യാദക്ക്? ഞങ്ങളുടെ കോഡിലൊക്കെ അത്യാവശ്യം ഉണ്ട്. അറിയില്ല ജനറലി എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് പൊതുവെ ഇപ്പൊ ക്ലാസിക്കൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്റ്റൈല് ഡിസ്കറേജ് ചെയ്യാറാണ് പതിവ് ഞങ്ങളുടെ കോഡ് ബേസിൽ. അല്ല ഇതിപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഓരോന്ന് പറയാൻ വേണ്ടല്ലോ, പുതിയ ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ കോർ യൂസും ബാക്കി കമ്പൈലർ റൈറ്റർ ചെയ്തോളൂ എന്നാണല്ലോ നമ്മുടെ. പക്ഷേ ഈ ടൈപ്പ് എക്സ്പ്രഷൻസും അതിന് എക്സ്പ്രഷൻ ടെംപ്ലേറ്റ്സും C++ അതൊക്കെ മര്യാദക്ക് യൂസ് ചെയ്ത് നല്ല ഫാസ്റ്റ് ലൈബ്രറീസ് ഒക്കെ എഴുതുന്നവരുണ്ട് കേട്ടോ. അതെന്താ പറ്റിയെന്ന് വെച്ചാല് ഈ ടൈപ്പ് ജനറിക് പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻസ് ട്രീറ്റീസ് ആണ് ആൻഡ്രെ അലക്സാണ്ടർക്ക് എഴുതിയ ജനറിക് പ്രോഗ്രാമിംഗ് ആൻഡ് ഡിസൈൻ പാറ്റേൺസ് അപ്ലൈ. അപ്പൊ ഇപ്പോഴും ഒരാള് C++ൽ പൊങ്ങച്ചു പഠിച്ച അയാൾക്ക് കൊടുക്കുന്ന ലാംഗ്വേജ് ബുക്കായി മാറിയിട്ടുണ്ട്. അത് ഇവിടെ കിട്ടിയാ. അപ്പൊ ആദ്യം കണ്ണാടിയിൽ നോക്കേണ്ടി വന്നത് എനിക്കാ. മനസ്സിലായ? അത് ആ ബുക്ക് ഇറങ്ങിയിട്ടൊരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ബുക്ക് ഉണ്ടെന്ന് തന്നെ അറിയണേ കേട്ടോ. ഒരു അഷിത് സോണി എന്ന് പറയുന്നത്, ഷിറ്റ് സോണി എന്നാണ് അവനെ വിളിച്ചത്. ഷിറ്റ് സോണി. അവനാണ് ആൻഡ്രെ അലക്സാണ്ടർ സ്കൂ എന്നൊക്കെ പറഞ്ഞു. അവന്റെ ഈ ആരടപ്പ ഇതെന്ന് നോക്കി കഴിഞ്ഞപ്പോ അയാളൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അയാളുടെ ടോക്ക് കണ്ടപ്പോ ഒരു ഓസം കക്ഷി. മനസ്സിലായ? ജനറിക് പ്രോഗ്രാമിംഗ് ആൻഡ് ഡിസൈൻ പാറ്റേൺസ് അപ്ലൈഡ് എന്നാണ്. അപ്പൊ ഒരു പറഞ്ഞാൽ C++ 11 ലാംഗ്വേജ് ഇല്ലേ, അയാളുടെ ആ ബുക്ക് ശരിവെക്കുന്ന രീതിയിലുള്ള കമ്പൈലർ എഴുതിയതാന്ന് പറയണേ. അതായത് അയാള് ലാംഗ്വേജിന്റെ ഈ ന്യൂവാൻസസ് വെച്ച് ടെംപ്ലേറ്റ് പ്രോഗ്രാം ചെയ്തുണ്ടാക്കിയ സാധനം ലാംഗ്വേജിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു. ഇപ്പോഴും പുള്ളി വീണ്ടും തിരിച്ചിപ്പോ C++ ലെവലൊക്കെ വന്ന് സംസാരിക്കുന്നതാണോ? ആ ഫേസ്ബുക്കിന്റെ ഹാക്ക് പുള്ളിയുടെ ടീമായിരുന്നു. അല്ല ഇവര് ആസ് എ കമ്മ്യൂണിറ്റി ഇവർ എങ്ങനെയാണ് മറ്റേ റസ്റ്റിന്റെ ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. മറ്റേ ഇപ്പൊ ഈ US ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സിനെ കൗണ്ടർ ചെയ്യാൻ പോണെന്നുള്ളതാണ് ഞാൻ. അല്ല US ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് അല്ല, അവിടുത്തെ കുറച്ച് ബ്യൂറോക്രാറ്റ്സ്. ഇപ്പൊ ട്രംപ് വന്നപ്പോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ. ശരിയാണ്. അവന്മാരൊക്കെ വിളിച്ച് അവര് ലെഫ്റ്റിസ്റ്റുകളായിരുന്നോന്ന് എനിക്കൊരു ഡൗട്ട്. നല്ല അവരുടെ മറ്റേ ഓപ്പറേഷണൽ രീതികൾ കണ്ടിട്ട് ലെഫ്റ്റിസ്റ്റ് ആവും നല്ലതാണ്. ക്യാൻസൽ കൾച്ചറിന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. അതെ. അല്ല ഇവരുടെ വർത്താനം കേട്ടതൊന്നും C++ ലാംഗ്വേജും അതിന്റെ ടൈപ്പ് സിസ്റ്റമാണ് വേൾഡിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവര് ഇനിയിപ്പോ മറ്റേ ഒരു മിസൈല് ചെരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതി, റസ്റ്റ് നിൽക്കും അവിടെ.
അല്ല സ്റ്റിൽ ഐ തിങ്ക് കുറെ ഐഡിയാസ് പയനിയർ ചെയ്തിട്ടുണ്ട് റസ്റ്റ് ലാംഗ്വേജ്. എന്തായാലും മനസ്സിലായില്ലേ? 15 കൊല്ലം കംപ്ലീറ്റ് ചെയ്യണം. അല്ല, പക്ഷെ അതിന്റെ ഇത് ഇൻസെപ്ഷൻ തന്നെ ഹേറ്റ്രഡ് ടുവേർഡ് C++ എന്നുള്ളത്. അതായത് വാട്ട് C++ ഡിഡ് റോങ് എന്നുള്ള അതാണ് അവന്മാരുടെ ആറ്റിറ്റ്യൂഡ്. അത് അല്ല അതിപ്പോ പ്രശ്നം എന്താ ജെല്ലാവില്ല. അത് കണ്ടിട്ട് റസ്റ്റ് പഠിച്ചവൻ എന്റെ വട്ടം വരുമ്പോ എന്റെ ഇടി വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടാ മതി. മനസ്സിലായ? അപ്പൊ അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ എന്റെ പ്രശ്നം എന്താ? ഏതാ എന്റെ പ്രശ്നം C++ പഠിച്ച് അതിന്റെ ലിമിറ്റ് മനസ്സിലാക്കിയിട്ട് റസ്റ്റിലോട്ട് റസ്റ്റ് പ്രൊവൈഡ്സ് സേഫ്റ്റി ഗ്യാരണ്ടി. പിന്നെ ഇപ്പൊ നമ്മൾ ജാവയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, സിമ്പിൾ ലാംഗ്വേജ് ഡിസൈൻ, അഗ്രസീവായിട്ട് ജിറ്റും ഗാർബേജ് കളക്ഷനും അല്ലെങ്കിൽ റെഫറൻസ് എടുത്തു കളയുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാല് മെജോറിറ്റി കേസസിലും ഹ്യൂമൻ പെർഫോമൻസ് കിട്ടും, ഹ്യൂമൻ ഒപ്റ്റിമൈസ് ചെയ്യാനേക്കാൾ. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതായത് നീ C++ തെരഞ്ഞെടുത്തത് മണ്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് റസ്റ്റിലോട്ട് വരാനാ പറഞ്ഞത്. പക്ഷെ ഞാനും അതൊക്കെ തിരിച്ച് അങ്ങോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായ? അല്ല, പക്ഷെ ട്രേഡ് ഓഫ് അനാലിസിസ് അറിയാലോ. അല്ലല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ചും കൂടി ഒരു സീരിയസ് ഒരു പുള്ളി C++ കോൺഫറൻസിൽ തന്നെ വന്നോട്ട് പറഞ്ഞു, ചില കാര്യങ്ങളിൽ മാറാതെ വയ്യ. അതവിടെ അംഗീകരിച്ചു. ഇപ്പൊ അതിനു വേണ്ടി ഇപ്പൊ സ്ട്രോസ്ട്രപ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അറിഞ്ഞാ? ലാംഗ്വേജിനെ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞ്. ഞാൻ ഒരു മിനിറ്റ് ഉണ്ടോ? The C++ creator calls for action to address serious attacks. C++ creator calls for help to defend programming language. Jan Strostrup, the creator of C++, has issued a call to the C++ community to defend the programming language, which has been shunned by cybersecurity agencies and technical experts in recent years. അത് ഇവരുടെ എഴുത്താണ്ടാ, അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല. And build around manual memory management, which can result in memory safety issues. അതായത് C++ ഒരു ഗാർബേജ് കളക്ടർ വന്നിട്ട് അവനെ മറ്റേ അതായത് C++ലോട്ട് എടുക്കണ അവനെ പിടിച്ച് അടിച്ച് താഴ്ത്തിടുന്നെന്ന് പറയണേ. OT. Have always wished for my computer to be easy to use as my telephone. My wish has come true because I can no longer figure out how to use my telephone. I have always wished for my computer to be because ഇയാള് പറഞ്ഞാന്ന് ശാസ്ത്രാസ്ത്ര പറഞ്ഞാന്ന് സ്പീഡ് ഓഫ് rush too soon to rust, and the world shortage of C++ program become total. We have still got billions of lines of code to look after for a long time to come, with no one to maintain. Draw it out too long or take too long to add proper memory safety to C++. We'll be paying the price of not transitioning quicker. ഇതാരുടെയാണ്? Isn't this the same problem on Rust as we write new pretty front ends in Rust or super safe C++, but they are calling 40 years of underlying library code to train C. This is not the same problem since you could write all underlying code in Rust as well. The point is you don't want to have to rewrite everything in Rust. C++ guarantees cross-module boundaries. An entirely dynamically linked application can all have the same set of guarantees right down to the OS. Rust guarantees stop a module boundaries. Everything is lost when it calls to any dynamically linked module.
So even if you do rewrite these modules in Rust, you get nothing. A safe module is impossible because you have to treat the Rust module as if it is C. Worse, Rust treats all breached invariants as immediately fatal. Your application may not corrupt memory, but it dies with no possibility of recovery. C++ exception mean a breached invariant can be detected and recovered before a memory corruption could have occurred. Even if you choose not to recover for domain specific reason, application can take opportunity to save user data or rollback. ഇവര് തമ്മിലുള്ള റാൻഡ് ആയി തോന്നുന്നു അല്ലേ? ഓ ഇത് കുറച്ചൊന്നുമല്ലോ. ഇത് വായിച്ച തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച കഴിയാം അല്ലേ? ഓക്കെ, ഈ എന്താണ് ഇതിന്റെ ശരിക്കും? ഞാൻ ഈ ഡിബേറ്റിലോട്ട് പോയിട്ടില്ല. എന്താണ് ഈ 4-5 ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്. ഇന്നാളെ ബിനു വരെ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. എന്തൊക്കെ ഗ്യാരണ്ടീസ് ആണ് റസ്റ്റ് പ്രൊവൈഡ് ചെയ്യണേന്ന് നോക്കിയാലോ. ടൈപ്പായിട്ട് ചെറിയ ബന്ധമൊക്കെ ഉണ്ട്. അതൊന്ന് ചൊറിയാം. പിന്നെ ബയസെന്ന് An ideal programming like Rust provides several levels of safety addressing and runtime safety features, memory safety, thread safety, type safety, error handling, immutable. അപ്പൊ മെമ്മറി സേഫ്റ്റി ഇല്ല എന്നാണ് മാനുവൽ മെമ്മറി അൺഡിഫൈൻഡ് ബിഹേവിയർ, ത്രെഡ് സേഫ്റ്റി അത് കറക്റ്റ് ആണ്. ത്രെഡ് സേഫ്റ്റി C++ന് ഇല്ലാന്ന് ഇപ്പോഴത്തെ മോഡേൺ C++ൽ എനിക്കറിയില്ല. അല്ല, അത് കമ്പൈലർ ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ്. കമ്പൈലർ ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, ലൈബ്രറിയിലുണ്ട്. ടൈപ്പ് സേഫ്റ്റി, പാറ്റേൺ മാച്ചിങ്. അപ്പൊ റസ്റ്റ്, അപ്പൊ ഇതൊക്കെയാണ് അത് തന്നെ. മെമ്മറി സേഫ്റ്റി, ത്രെഡ് സേഫ്റ്റി, റസ്റ്റിന്റെ റൺ ടൈം മ്യൂട്ടേഷനിൽ ഇന്റർസെപ്റ്റ് ചെയ്യണ്ട, ഡാറ്റ റൈസസ് പ്രിവെൻഷന് വേണ്ടി. ഓണർഷിപ്പ് മോഡൽ അങ്ങനെയാണല്ലോ. എന്തോ ഒരു ഓണർഷിപ്പ് മോഡൽ ആയിരുന്നു നിങ്ങൾ പറയാറുണ്ടല്ലോ. ബോറോ ചെക്കർ ഉണ്ട്, പക്ഷെ അത് കമ്പൈൽ ടൈം ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് സ്റ്റാറ്റിക് അനാലിസിസ് നടത്തിയിട്ട് കണ്ടുപിടിക്കും അല്ലെ? ബോറോ സെമാൻറ്റിക്സോ അങ്ങനെയാണ്ടല്ലേ പറയണേ. പാറ്റേൺ മാച്ചിങ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, അത് എഗ്രി ചെയ്യുന്നു. അതായത് ഫങ്ഷണൽ എറർ ഹാൻഡ്ലിംഗ് ഉണ്ടെന്നാ പറയണേ അല്ലേ? അതായത് എക്സെപ്ഷൻ എറേഴ്സ് ആർ വാല്യൂസ് എന്നുള്ള മോഡലാണ്. വേരിയബിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ ബൈ ഡിഫാൾട്ട് ആണോ റസ്റ്റില്? C++ ടൈപ്പ് സേഫ്റ്റി, എക്സോസ്റ്റീവ് പാറ്റേൺ മാച്ചിങ് ഇല്ലെന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഇല്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ തിങ്, അപ്പൊ അങ്ങനെ ഒരു ഈ സേഫ്റ്റി ഒരു വലിയ കൺസേൺ ആണ്. പിന്നെ എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്? ലാൽ പറയോ? ഇതിനെ ടൈപ്പിങ്ങിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ താല്പര്യമൊന്നുമില്ലേ? ഈ CTSന്റെ ബേസിസ്, അതായത് CTS എന്തിലാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കണേ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കോമൺ ടൈപ്പ് സിസ്റ്റം എന്നുള്ളതാണല്ലോ C# ഒരു ഇത് തന്നെ. കോമൺ ടൈപ്പ് സിസ്റ്റം ഇൻ ദ
CLR വേൾഡ് ആണ് അവർ പറയുന്നത്, ലോകത്തുള്ള ടൈപ്പ് സിസ്റ്റത്തിന് വേണ്ടിയല്ല. അപ്പൊ അവര് ആറ്റോമിക് ടൈപ്പ് സിസ്റ്റത്തിന് എന്തായാലും ഒരു, ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം പ്രോഗ്രാം എഴുതുമ്പോൾ ഇൻഡ് 8 ഉണ്ട്. ഇൻഡ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈൻഡ് കാർ ആയിരിക്കും, 8 ബിറ്റ്. അത് തന്നെ അൺസൈൻഡ് ഉണ്ട്, സൈൻഡ് ഉണ്ട്. പിന്നെ ഇൻഡ് 16 ഉണ്ട്, ഇൻ 32 ഉണ്ട്, ഇൻ 64 ഉണ്ട്, ഇൻ 128 വരെ ഉണ്ടാവാം. ഇൻ 64 വരെ ഉണ്ട്. അപ്പോ ഇന്റഗ്രൽ ടൈപ്സ് ഒക്കെ അവര് സിസ്റ്റം ഡോട്ട് ഇൻഡ് 32 അങ്ങനെ അവര് അതായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് അലിയാസ് ആണ് ക്ലാസ്. പ്രിമിറ്റീവ്സ് ഒരു യൂണിവേഴ്സൽ തിങ് ആയിരിക്കുമല്ലോ അക്രോസ് VMs. അല്ല, പക്ഷെ അങ്ങനെ പറയണമെന്നില്ല. ഇപ്പൊ അവര് ഫിക്സ് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ലോങ് എന്ന് പറഞ്ഞ സാധനം വിഷ്വൽ ബേസിക്കില് 16 ബിറ്റില് 32 ബിറ്റും, മറ്റേ ഇന്റിജർ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. C++ൽ ഇന്റിജർ എന്നും 32 ബിറ്റാ, 32 ബിറ്റില് മനസ്സിലായ. 64 ബിറ്റ് ഒന്നും അവര് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ല, അത് മനസ്സിലായി. പക്ഷെ സാറേ, വെർച്വൽ മെഷീൻ സ്പെസിഫിക്കേഷന്റെ സ്റ്റാൻഡ് പോയിന്റില് ഒരു പ്രിമിറ്റീവ് ഓപ്പറേഷൻസ് ഒക്കെ എന്തായാലും നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ വേർഡ് ലെങ്ത് എന്തായാലും സ്പെസിഫൈ ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അപ്പൊ ആറ്റോമിക് ടൈപ്പിന് അവര് എന്തെങ്കിലും ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പൗണ്ട് ടൈപ്പാണ്. ഇപ്പൊ കോമ്പൗണ്ട് ടൈപ്പിന് വാല്യൂ ടൈപ്പിന്റെ ഒബ്ജക്ട് ലേ ഔട്ട് ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാഡിങ്ങിന്റെ ഉള്ളൂ. ഏത് വിത്തൗട്ട് ഇൻഹെറിറ്റൻസ് വരികയാണെങ്കിൽ. ഇനിയിപ്പോ വിത്ത് ഇൻഹെറിറ്റൻസ് വരികയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ക്രോസ് ലാംഗ്വേജ് ലേ ഔട്ട് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നോക്കേണ്ടതെന്ന് വെച്ചാല് F# നമുക്ക് C# വിളിക്കാൻ പറ്റും. C# F# വിളിക്കാൻ പറ്റുമോ ഒരു ഒബ്ജക്റ്റ്? വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആസ് ഇഫ് ഇറ്റ് ഇസ് എ C# ഒബ്ജക്ട്. അത് ഒന്നും നോക്കേണ്ട ആവശ്യമുണ്ട് ക്രോസ് ലാംഗ്വേജിന്റെ റോബിലിറ്റി നോക്കുമ്പോ. C# VB.NET ടൈപ്പ് വിളിക്കാം, ഉറപ്പാ. VB.NET C# വിളിക്കാം. പക്ഷേ ഇനിയിപ്പോ നോൺ മൈക്രോസോഫ്റ്റ് ലാംഗ്വേജ് C# ഒരു സാധനം ഡെസ്പാച്ച് ചെയ്യുമ്പോൾ ഡോർ പ്രോട്ടോകോൾ ഒന്നും ഇല്ലാന്ന് വെച്ചോ. ഡെസ്പാച്ച് പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ ആ ഏത് ലാംഗ്വേജിലാണ് എഴുതിയേക്കണം അതിന്റെ ലേ ഔട്ട് കമ്പാറ്റബിൾ ആയിരിക്കണം, വേണ്ടേ? അത് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? അല്ലേ? അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. VB.NETും C# ചെയ്യുന്നുണ്ട് കേട്ടോ. പറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം. ആസ് ഇഫ് അത് VB-യിലെ മെത്തേഡ് എഴുതിയാൽ മതി. ഒരു സെക്കൻഡ് കേട്ടോ. ഹലോ. അപ്പൊ ആറ്റോമിക് ടൈപ്സിന് എന്തായാലും മാപ്പിംഗ് ഉണ്ട്, മനസ്സിലായില്ലേ? കോമ്പൗണ്ട് ടൈപ്പിങ്ങിന് സ്ട്രക്ചേഴ്സിന് ഉണ്ടാവുമായിരിക്കും, മനസ്സിലായില്ലേ? അതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ശരിക്കും, അല്ലേ? അതെ, കാരണം ഈ ക്ലാസ് ഫയൽ സ്പെസിഫിക്കേഷൻ അത് ആ ഗ്യാരണ്ടി തരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് ശരിക്കും. അതായത് JVM ഇല്ലാത്ത എന്തെങ്കിലും അഡീഷണൽ ഉണ്ടാവോ എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് മറ്റേ കോമൺ ലാംഗ്വേജ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അത് നമുക്ക് ഇപ്പൊ JVM ഇല്ലാത്തതാണെന്ന് തോന്നുന്നത്, മനസ്സിലായില്ലേ? JVM അതിന്റെ ആവശ്യമില്ല.
Yes, you can call F# method from C# as if it is image here. Create a F#, compile the F# library. Ensure that namespace and module names are correctly referenced in C#. അങ്ങോട്ട് F# ലിസ്റ്റ് സെയിം അല്ല ഉണ്ടോ? യൂസർ ഡിഫൈൻ മെത്തേഡ്സേ പറ്റുള്ളൂ കേട്ടോ. ഹലോ, അല്ല ഒരു പ്രശ്നം എന്താ അറിയാം അങ്ങനെ ഉണ്ടാക്കും. ഇപ്പൊ ഒരു ഇമ്മ്യൂട്ടബിൾ ലിസ്റ്റ് ആണെന്ന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അത് C++ന്റെ കേസിലൊരു കേസ് ഉണ്ട്. അതായത് അവിടെ ഒരു ഇടയിലൊരു ഇൻഡ്രോപ്പ് ലെയർ ഉണ്ട് അവിടെ. ഈ ഇപ്പൊ സ്ലാങ്ങിൽ എഴുതിയേക്കണ ഒരു ക്ലാസ്സിനെ ഇപ്പൊ .NETന്റെ അപ്പൊ നമുക്കത് അല്ല ഇതിപ്പോ JVM-ലാണെങ്കിൽ ഒരു ക്ലാസ് ഫയൽ ഈക്വലന്റ് ആണത്. അല്ല പക്ഷെ ക്ലാസ് ഫയൽ ഡിസ്കിൽ പെർസിസ്റ്റ് ചെയ്യണമെന്നാണുള്ളത്. മെമ്മറി ലിങ്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ലേഔട്ടിന് അത് വേണമെന്നില്ലല്ലോ. അല്ല വേണ്ട. അല്ല ഇന്ററോപ്പറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റ് ഞാൻ പറയണേ. സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റ് ലേഔട്ട് ഉണ്ടെന്നാ പറയുന്നത്. അല്ല സാറേ, അതാണ് ഞാൻ ചോദിക്കണേ. അത് .NET IL ലെവലിലല്ല സ്പെസിഫിക്കേഷൻ വരുന്നതെന്നാണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട് ലേഔട്ട് എവിടെയാണ്? ഈ വിത്തിൻ ദ VM മതി. അല്ല അത് അവര് കൊടുക്കുന്നുണ്ട് കണ്ടില്ല. CLS is a subset of CTS and provides a set of rules that .NET language must follow to ensure interoperability. This includes naming conventions, data types, and other language features. അതായത് ഇപ്പൊ ബീൻ നെയിം ഇപ്പോ കോട്ട്ലിൻ ജാവയിൽ വിളിക്കണമെങ്കിൽ ബീൻ കോമ്പാറ്റബിൾ ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതെ അതെ, കണ്ട ഇപ്പൊ പേഴ്സൺമാര് വിളിക്കുന്നതാണ് ഇവര് പറയുന്നത്. കണ്ട, the combination of CTS, CLS, and metadata ensures that objects created in one .NET language can be used in other with consistent behavior and predictable layouts. How does object layer between languages? കണ്ട, ഇത് അവര് ഇത് 3 മൈക്രോസോഫ്റ്റ് ലാംഗ്വേജസ് ആ കണ്ടോ. അപ്പൊ ഇതോ മറ്റേ പൈത്തണിലൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ അയൺ പൈത്തണൊക്കെ ഡൈനാമിക് ആണ്. അത് തന്നെ. അപ്പൊ അത് യെസ്. ഇത് പക്ഷേ സ്ക്രിപ്റ്റ് അത് അങ്ങനെ പറ്റുള്ളൂ. അതായത് സീംലെസ് ഇന്റഗ്രേഷൻ ഇല്ല. അപ്പൊ എനിക്ക് വേണത് ഇപ്പൊ നാളെ സ്ലാങ്ങിന് നമുക്ക് അങ്ങനെ ഒരു ലേഔട്ട് ആവശ്യമുണ്ടെന്ന് വെച്ചോ. ക്ലാസ് ഒക്കെ വെച്ച് നമ്മള് അതിലോട്ട് ലോവർ ചെയ്യണം. അതായത് ഇവരുടെ ഇപ്പൊ നമ്മൾ ക്ലാസ് ഉണ്ടാക്കാനുള്ള ക്ലാസ് ഫയൽ API വെച്ചിട്ട് ലോയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയേണ്ട കാര്യമില്ല. ഒബ്ജക്റ്റ് ലേഔട്ട് ഫോളോ ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ ചോദിക്കണത് ഈ ക്ലാസ് ഫയലിലോട്ട് ആ ഓർഡറിൽ റൈറ്റ് ചെയ്യണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലെ. പക്ഷെ ആ ക്ലാസ് ഫയലിലോട്ട് അത് അങ്ങനെ റൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലല്ല, ഈ അതായത് അവിടെ ഇപ്പോ അവര് പറഞ്ഞല്ലോ റൂൾസ് വെച്ചിട്ടാണ് അത് അച്ചീവ് ചെയ്യണേന്ന്. അതെന്റെ ഇത് ആൻസർ ചെയ്ത് ആക്ച്വലി. അതായത് മറ്റേ IL സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡ് പോയിന്റില് ഇപ്പൊ JVM-ന്റെ ക്ലാസ് ഫയൽ സ്പെസിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ബൈറ്റ് കോഡ് സ്പെസിഫിക്കേഷൻ ആയിട്ട് ഡിഫറൻസ് വരില്ല ലോവറിംഗ് സ്റ്റാൻഡ് പോയിന്റില്. പക്ഷെ ഇവര് ആ റൂൾസ്
എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ പണി തന്നെ അതാണല്ലോ. അതെ അതെ, അല്ല അത് ഓക്കെയാണ്. അതിപ്പോ അല്ല അത് പക്ഷേ അതൊരു ഇൻസ്ട്രക്ഷൻ ലെവലിലോ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു എന്റെ. അതായത് VM അവെയർ അല്ല അതിനെ കുറിച്ച്. അതെ 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 അതെ, അത് ഞാൻ സമ്മതിച്ചേ. അതായത് VMന് ഒരു കനോണിക്കൽ ലേഔട്ട് ഉണ്ട്, അതിലോട്ട് എല്ലാ ലാംഗ്വേജും മാപ്പ് ചെയ്തോളണം. അതെ അതെ അതെ. അതിപ്പോ പക്ഷേ ഈ F#ഉം C#ഉം VB.NETഉം ഒരു നല്ല എക്സാമ്പിൾ അല്ല. കാരണം അത് മൂന്നും സെയിം ഷോപ്പിൽ നിന്ന് വരുന്നതാ. അല്ല നമ്മൾ ഇത് ബാക്കിയുള്ളവർ ചെയ്യേണ്ടി വരും അത്, അല്ലാതെ. ഇപ്പൊ പൈത്തന്റെ ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് API ഉണ്ട് അവിടെ. അല്ല അവിടെ അല്ല ഈ മറ്റേ ട്രഫിൾ നമുക്ക് ഡയറക്ട്ലി ഇൻവോക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയണേ. Can we call every language with each other without an explicit interop mechanism or explicit an implicit interop? Explicit API for doing the same. Calling every program with each other without an explicit. Generally not feasible. Different type program languages have distinct runtimes, memory management, and languages like Java, .NET, Python, and C++ operate in different runtime and like foreign function interface. Common language infrastructure ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? എന്താണ് ഇപ്പൊ ഈവൻ DLL ഇമ്പോർട്ട് പോലും ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുമ്പോ അവിടെ തങ്കിങ് നടക്കുന്നുണ്ട്. വയറിങ് ചില ഡാറ്റ മാർഷൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ CLI അതായത് കോമൺ ലാംഗ്വേജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് അവർ തരുന്നത്. ഇഫ് സംബഡി വാണ്ട്സ് ദാറ്റ് കൈൻഡ് ഓഫ് ഇന്റർപ്രബിലിറ്റി ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്. എങ്കിൽ നമ്മൾ തന്നെ എക്സ്പ്ലിസിറ്റ് API കൊടുത്തോളണം, അല്ലെങ്കിൽ അനോട്ടേഷൻ വഴി കൊടുക്കണം. CTSന്റെ അതാണ്. ഞാന് പോയാ ഇല്ല അവിടെ ഉണ്ട്. അപ്പോൾ ഈ എന്താ പറയാ C# 14 മറ്റേ യൂണിയൻ ടൈപ്പ് വരുന്നത് നമ്മളന്ന് വായിച്ചത്. അതെ, പ്രപ്പോസലാണ്, കൺഫേം ആയിട്ടുണ്ടായില്ല. ഇപ്പൊ C# 12 ആണോ? ആണോ? 12 ആണെന്നാണ് ആ, തോന്നുന്നത്. 12 13. വന്നെന്ന് പറഞ്ഞേ. എന്നാ നോക്കാം. 27 ജനുവരി. ഇത് പുതിയ സിൻഡെക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അത് എന്താ പറയാ, അറേയില് പൊസിഷൻ മറ്റേ ഇൻഡെക്സിൽ വന്നേക്കണ സാധനം. അപ്പോ യൂണിയൻ ടൈപ്പ് എന്നാണ് എക്സ്പെക്റ്റഡ്? അപ്പൊ 14 എന്ന് പറയുമ്പോൾ അടുത്ത റിലീസിൽ ഉണ്ടാവുമോ?
വിൽ എന്ന ഓ ഇത് വലിയൊരു സാധനമാണല്ലോ അല്ലേ? ഇതിപ്പോ പ്രപ്പോസൽ ആയിട്ടുള്ളൂ അല്ലേ? ഉം. അങ്ങനെ കേട്ടെ. അപ്പൊ അത് പിന്നെ വേറെ എന്താണ് ശരത്തെ അതിൻ്റെ ഉള്ള ഒരു ഡിസ്കഷൻ വർത്തി ടോപ്പിക്? സോ ദാറ്റ് വി വിൽ ഗെയിൻ ന്യൂ ഇൻസൈറ്റ്. ഇപ്പൊ നമ്മളിന്ന് കുറച്ച് നോക്കിയല്ലോ. ഡിസ്കഷൻ വർത്തി എന്താണ്? അല്ല ഇത് ഇപ്പൊ ഹയർ കൈൻഡ് ടൈപ്സും എല്ലാം ഹയർ അതെ, കൈൻഡ് പക്ഷെ ടൈപ്സ് ഒരു സീരിയസ് സ്റ്റഡി നടത്തണം അല്ലെ? അതെ അതെ അതെ. വേറെ എന്താ പറയാ, ടൈപ്പ് സ്ക്രിപ്റ്റിന്റെയും ശരിക്കും ഒരു ഫോർമൽ സ്റ്റഡി ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ. മനസ്സിലായില്ലേ? ഞാനും അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും. പക്ഷെ അതങ്ങനെയല്ല, അത് ഒരാൾ പോയി ടൈം ഇൻവെസ്റ്റ് ചെയ്യണൊക്കെ മുമ്പ് ഒരു കളക്റ്റീവ് വിസ്ഡം ഉണ്ടായാൽ മതി അതിന്റെ. ഇനീഷ്യലി ഒരു അവേർഷൻ ഉണ്ടായിരുന്നു നോട്ട് ജെഎസിനോട്. അത് ഇപ്പൊ ഇല്ല. പിന്നെ ശരിക്കും അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഈ പാറ്റേൺ മാച്ചിങ് ആസ് ഡിക്ലറേറ്റീവ് റിഫ്ലക്ഷൻ ആൻഡ് പാറ്റേൺ മാച്ചിങ് ആസ് ജനറേറ്റേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല അത് ഇപ്പോ ഇന്നലെ ഡിസ്കസ് ചെയ്തില്ലേ സാർ? അതായത് ഈ സ്പെസിഫിക് കോഡ് പാറ്റേൺ, അതായത് ചിലപ്പോൾ ഇവൻ എന്താണ് മറ്റേ ബ്രാഞ്ചിലെസ് കോഡ് വരെ അവർക്ക് വേണമെങ്കിൽ ഒപ്പിക്കാൻ പറ്റും. ഇനീഷ്യൽ ബ്രാഞ്ചിങ് ഉണ്ടാവും റെസ്റ്റ് ഓഫ് ദ സാധനങ്ങൾക്ക്. അതെ അതെ, അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ, കാരണം അതിൽ അത്രയും കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ GCCയിൽ ലേബൽസ് വാല്യൂസ് ഒക്കെ പോലത്തെ വല്ല ടെക്നിക്കൊക്കെ അവർക്ക് ചെയ്യാം. ആദ്യത്തെ ടൈപ്പ് ഡിറ്റക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിന്നെ അതായത് സ്പെസിഫിക് മനസ്സിലായി, ആ സർഫസ് ലെവലില് അവര് കൊടുക്കേണ്ട കോൺട്രാക്ട് കൊടുത്തിട്ട് ബാക്കി. അതെ അതെ അതെ. പിന്നെ സ്പെസിഫിക് സാർ പറഞ്ഞ മെമ്മറി ആക്സസേഴ്സ് ആണല്ലോ. ഇനിയിപ്പോ ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇത് പറയുമ്പോ പെർഫോമൻസ് കോഡ് ഏതാന്ന് പറയുമ്പോ റെസ്റ്റ് സർവീസസും ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പും നമ്മളാണ് ചർച്ച ചെയ്തത്. എന്താ പറയാ, അഡ്വാൻറ്റേജ് ഉണ്ടോന്ന്? അത് പക്ഷെ റെസ്റ്റ് സർവീസ് എന്നുള്ളതല്ല, ലൈബ്രറി ഡിസൈൻ. അതായത് ഇപ്പൊ അത് മാർട്ടിനോഡോസ്കി പുള്ളിയുടെ ഇൻട്രോഡക്ടറി വീഡിയോയില് പറയുമായിരുന്നു. മറ്റേ XML പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളി പാറ്റേൺ മാച്ചിങ് ഒക്കെ. അതായത് അങ്ങനല്ല, അതിന് വേണ്ടിയിട്ടാണെന്നല്ല, അതാണ് പുള്ളി എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരുന്നത് ആ ടൈമിൽ. പിന്നെ അവർ ആ സപ്പോർട്ട് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഈക്വലന്റ് ആണ് സാർ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇപ്പൊ ജെയ്സൺ പ്രോസസ് ചെയ്യുമ്പോൾ ഇതിൽ കൂളായിട്ട് അത് സ്കാലയിലും XML-ലും ഒക്കെ ബിൽറ്റ് ഇൻ സപ്പോർട്ട് ലാംഗ്വേജ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതെ അതെ. അത് ഓർക്കുന്നുണ്ട്. അതായത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് XML പാറ്റേൺ മാച്ചിങ് ഒക്കെ ചെയ്യാം. അല്ല, അത് ഈ ലിങ്ക് ക്വയറിയുടെ മുകളിലൊരു ക്വയറി മാതിരി എനിക്ക് തോന്നിയത്. അത് ഓർക്കുന്നുണ്ട്. അപ്പൊ ആ ലെവലിലാണ്. അല്ലാതെ ഇപ്പൊ REST API അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നില്ല, കാരണം അവിടെ നമ്മുടെ ഡൊമൈൻ സ്പെസിഫിക് ബിഹേവിയർ എൻകോഡിംഗ് ആണല്ലോ. അതല്ല, ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ജേസൺ പാഴ്സറോ
ഇനി അല്ലെങ്കിൽ സ്റ്റാക്സ് പാഴ്സർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഡോം പാഴ്സർ അല്ല എടുക്കണം. ഡോം പാഴ്സർ ഉപയോഗിച്ച അഡ്വാൻറ്റേജ് പോയി. കാരണം ദേ ആർ ഫോഴ്സിങ് ഒബ്ജക്ട് ലേഔട്ട്. ഇപ്പൊ ഒരു ഇവന്റ് ബേസ്ഡ് പാഴ്സറോ ഒരു കോൾ ബാക്ക് ബേസ്ഡ് പാഴ്സർ ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ആൻഡ്ലറിൽ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ ഈ കോമ്പോസിറ്റ് വിസിറ്റിന് പകരം. ലിസ്ണർ. ഇപ്പൊ ലിസ്ണർ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലത്ത് കോമ്പാക്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം പാക്ക് ചെയ്താൽ പിന്നെ അത് ഇമ്മ്യൂട്ടബിൾ ആണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഡൗൺ സ്ട്രീമിലോട്ട് അതിന്റെ സബ്സെറ്റ് ഒക്കെ പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണുന്ന അഡ്വാൻറ്റേജ് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്. അതെ അതെ. അല്ല, പോളിമോർഫിസം വിത്തൗട്ട് ഇൻഹെറിറ്റൻസ് അതാണല്ലോ. അതെ അല്ല, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണത്. അത് ശരിക്കും ഞാൻ അതിന്റെ ഒരു ഇപ്പൊ ഞാൻ അതിന്റെ ഒരു കൺജങ്ക്റ്റീവ് നോർമൽ ഫോം, ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോം ആ സാധനങ്ങളും ഞാൻ സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് ചെയ്തെങ്കിലും ഈ ഇതിന് തന്നെ ഒരു ടെർമിനോളജി ഉണ്ട്, സെലക്ടർ എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? അത് ഈ C++ൽ പാറ്റേൺ മാച്ചിങ് അഡ്വക്കേറ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് ആ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത്. കാരണം ഐ എം ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ വാട്ട് ഹാസ് ടു ബി ഡൺ. പക്ഷെ ആം ഐ യൂസിങ് ദ കറക്റ്റ് എന്താ പറയാ ഓണ്ടോളജിക്കൽ ടേം ഫോർ വാട്ട് ഐ ആം യൂസിങ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ഡിസ്ക്രിമിനേറ്റർ എന്നാണോ നമ്മള് ഓർ ടൈപ്പിനെ വിളിക്കണ്ടേ? എൻവേ ഡിസ്ക്രിമിനേറ്റർ ആണല്ലോ ഫങ്ഷണൽ സ്വിച്ച്. അതിന് വേറെ പേരുണ്ടാവും, സെലക്ഷൻ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ അപ്പുറത്ത്. മനസ്സിലായില്ലേ? അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു ഇപ്പൊ തന്നെ. ഡീകൺസ്ട്രക്ഷൻ പാറ്റേൺസ് അതുണ്ട്. അത് സ്കാലയിൽ നിന്നുള്ള ടെർമിനോളജി ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഡീകൺസ്ട്രക്ടർ തന്നെ ഉണ്ട് ഇതിൽ ട്യൂപ്പിളിലോട്ട് മാറ്റാനായിട്ട്. സാർ ഓർമ്മയില്ല അത്? അതൊരു ഫങ്ഷണൽ ലാംഗ്വേജ് എന്നൊക്കെ. ഫങ്ഷണൽ സ്വിച്ച്, സ്കാല. അല്ല, ഇത് വന്ന ഫസ്റ്റ് പേപ്പർ എടുത്ത് നോക്കിയാൽ മതിയാവും. മാച്ച് എക്സ്പ്രഷൻ, കേസ് ക്ലോസ്, ഗാർഡ്, ഡീകൺസ്ട്രക്ഷൻ. STD വിസിറ്റ് എന്ന് പറഞ്ഞ സാധനം. ജാവയിൽ ഗാർഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവരെ വന്നുണ്ട്.
Would PM be good for C++? What would you give a starting syntax, aims, semantics? Max 7 ഓ അപ്പൊ ഒരു മാക്സ് 7 എന്നൊരു ലൈബ്രറിനെ ബേസ് ചെയ്യണ്ട. I want to integrate set of language with like libraries for. Value, type, concept, predicate, types we have. Predicates as NY predicate എന്ന് പറയാം. അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്നുള്ള ടേം ഉണ്ട് കേട്ടോ. ഒരു ടേം ഉണ്ട്, ആൾട്ടർനേറ്റീവ്സ് ആണ്. അത് അവരുടെ വീഡിയോയിലേ അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോ 2017 മുമ്പ് കൊടുത്ത പേപ്പർ ആട്ടോ. പിന്നെ ഏതാണ് ഇതിൽ വേറെ പോസിറ്റീവ് ഡിക്ലറേറ്റീവ്സ് തന്നെ ഫങ്ഷൻസ് വെച്ച് കവർ ചെയ്തു. എന്താണ് അതിന്റെ സി ഷാപ്പ്. അപ്പൊ നമുക്ക് മൈൻഡ് ചെയ്താലോ. മിക്കതും കവർ ചെയ്യില്ലേ ചേർത്തെ? ഓക്കെ. അപ്പോ ഇന്നത്തെ ചർച്ച അഡ്വാൻസ് ടൈപ്പ് സിസ്റ്റംസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരുന്നു. അപ്പോ ആസ് യൂഷ്വൽ ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷന് ശേഷം ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് ഇപ്പോ കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ കോമൺ ടൈപ്പ് സ്പെസിഫിക്കേഷൻ ഇൻ സി ഷാർപ്പ് എങ്ങനെയാണ് ക്രോസ് ലാംഗ്വേജ് ഇന്ററോപ്പറബിലിറ്റി തരുന്നത് എന്നുള്ളത് ഒരു ഉണ്ടായി. പിന്നെ ടൈപ്പ് സിസ്റ്റം ടൂറിംഗ് കംപ്ലീറ്റ് ആകുക എന്ന് വെച്ചാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഈ ഹയർ കൈൻഡ് ടൈപ്സും മറ്റേ ടൈപ്പ് ക്ലാസ്സസ് അതിനെ കുറിച്ചൊരു ബ്രീഫിംഗ്ലി മെൻഷൻ ചെയ്യുകയുണ്ടായി. പിന്നെ ടൂറിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് C++ ടെംപ്ലേറ്റ് മെറ്റാ പ്രോഗ്രാമിംഗ്, അതിന്റെ അതൊരു പോർ മാൻസ് ടൂറിംഗ് കംപ്ലീറ്റ്നെസ് ആയിട്ട് എന്താ പറയാ അവതരിപ്പിച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമെന്നതിൽ ഈ ഡൈനാമിക് ടൈപ്പിംഗ് ആബ്സെൻസ് ഓഫ് ടൈപ്പിംഗ് ആണെന്നുള്ളൊരു പൊതുവെ ധാരണയുണ്ട്. അതിന്റെ ഒരു ഇവിടെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലി മോസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് വേരിയബിളിനാണ് ടൈപ്പ്. വൺസ് വേരിയബിൾ ഒരു ടൈപ്പ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഇന്റ് ആണ് ഒരു വേരിയബിൾ, ഇന്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് 10 ഇട്ട് കഴിഞ്ഞാൽ നാളെ 10.2 ഇട്ട് കഴിഞ്ഞാൽ ഒരു കമ്പൈലർ ഒരു വാണിംഗ് തന്നിട്ട് 10 ആയിട്ട് കാസ്റ്റ് ചെയ്യോ? ഇനി അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എക്സ്പ്ലിസിറ്റ്ലി കാസ്റ്റ് ചെയ്യിക്കും കമ്പൈലർ. അപ്പോ അതിനെ നാരോ ബ്രോഡ് എന്ന് പറയും. അപ്പോ എന്ന സ്ഥാനത്ത് why can't we have type attached to the value rather than to the variable? അപ്പോ ഇപ്പോ എന്താ പറയാ x is equal to 10 എന്ന് പറയുന്നത് കറന്റ്ലി
ഡ്യൂറിങ് ദ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ടൈം റൺ ടൈം ടൈപ്പിൽ അപ്പോൾ എക്സിന്റെ ടൈപ്പ് ഇൻഡിജർ ആയിട്ട് ഫ്ലാഗ് ചെയ്യും. ചിലപ്പോൾ അടുത്ത ഇറ്ററേഷൻ അതൊരു സ്ട്രിങ് ആവാം. അപ്പോൾ ഡൈനാമിക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ടൈപ്പിംഗ് അല്ല, ടൈപ്പ് വേരിയബിളിൽ നിന്ന് വാല്യൂലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന്റെ കോൺസീക്വൻസ് ആണ് റൺ ടൈം ടൈപ്പിംഗ് ചെക്കിംഗ്. അല്ലാണ്ട് ഡൈനാമിക് ടൈപ്പിംഗ് ഈസ് നോട്ട് റൺ ടൈം ടൈപ്പ് ചെക്കിംഗ്. ഇപ്പോൾ ഡൈനാമിക് ടൈപ്പിംഗ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ലോക്കൽ വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ഹോൾ പ്രോഗ്രാം അവൈലബിൾ ആണെങ്കിൽ ഈ ഗൂഗിളിന്റെ V8 എഞ്ചിൻ അതിന് സ്മാർട്ട് കമ്പൈലേഴ്സ് ഒക്കെ ടൈപ്പ് അറ്റാച്ച് ചെയ്തിട്ട് ടൈപ്പ് റീഅസൈൻമെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ സ്റ്റാറ്റിക് ടൈപ്പിങ്ങിനെ മാതിരി കമ്പൈൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് കമ്പൈലർ ടെക്നോളജിക്ക് ഉണ്ട്. അതാണ് ഗൂഗിൾ V8 എഞ്ചിനൊക്കെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ പൈത്തണിലെ ടൈപ്പ് ഹിന്റ് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ധൈര്യമായിട്ട് സ്ട്രിക്ട് ടൈപ്പ് ചെക്കിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എഫിഷ്യന്റ് ലോവറിങ് ഉണ്ടാവും. അപ്പോൾ ഡൈനാമിക് ടൈപ്പിംഗ് ഈസ് നോട്ട് ആബ്സെൻസ് ഓഫ് ടൈപ്പിംഗ്. ബർഡൻ ഓഫ് ദ ടൈപ്പ് ഷിഫ്റ്റഡ് ഫ്രം variable to value. So when a value or a variable which refers that value participates in an expression, then okay, we should be able to do the type checking as if okay, it is statically typed. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ അഡ്വാൻസ് ടൈപ്പിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള അത് വർത്തി ഓഫ് നോട്ടിംഗ് ആണ്. കാരണം സ്ട്രക്ചറൽ ടൈപ്പിങ്ങിലോട്ടും പല രീതിയിലുള്ള ടൈപ്പ് മോഡൽസ് ഈ ലാംഗ്വേജസിലുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.